നമസ്കാരം. ന്യൂസ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൊല്ലത്ത് മുകേഷിനെ CPIM സ്ഥാനാർത്ഥിയാക്കാൻ നിർദ്ദേശം. ബേപ്പൂരിൽ VKC മുഹമ്മദ് കോയ സ്ഥാനാർത്ഥി. ഏറ്റുമാനൂരിൽ സുരേഷ് കുറുപ്പും പുതുപ്പള്ളിയിൽ ജയിക്കും മത്സരിച്ചേക്കും. പാനൽ മാറ്റിയില്ലെങ്കിൽ പരാജയം ഉറപ്പെന്ന് തിരുവനന്തപുരം DC-യിൽ വിമർശനം. തൃപ്പൂണിത്തുറയിൽ P. രാജീവിനായി പ്രകടനം. CPI മൂന്നാം ഘട്ട ചർച്ചയും പരാജയം. ഫ്രാൻസിസ് ജോർജുമായും ധാരണയായില്ല. BJP സ്ഥാനാർത്ഥി പട്ടികയിൽ കേന്ദ്ര നേതൃത്വത്തിന് അതൃപ്തി. പ്രഖ്യാപനം നീളും. കൂടുതൽ സീറ്റെന്ന ആവശ്യത്തിൽ ഉറച്ച് മാണി ഗ്രൂപ്പ്. തൃശൂരിൽ 6 സീറ്റ് ചോദിച്ച് I വിഭാഗം. പത്തനംതിട്ടയിൽ ശിവദാസൻ നായർക്ക് വേണ്ടി അച്ചടിച്ച പോസ്റ്ററുകൾ പിടിച്ചെടുത്തു. കരുണ എസ്റ്റേറ്റ് വിവാദത്തിൽ VM സുധീരനെതിരെ മുകുൾ വാസ്നിക്കിന് മുൻപിൽ AI ഗ്രൂപ്പുകൾ. അടൂർ പ്രകാശിനെതിരെ ഒളിയമ്പുമായി TN പ്രതാപൻ. പുതിയ ബന്ധുവിനെ കൂട്ടി ബിജു രമേശ് സർക്കാരിനെ തകർക്കാൻ നോക്കുന്നു. പോപ്സ് ഗ്രൂപ്പിനെ വെള്ളപൂശാൻ മുഖ്യമന്ത്രി വെച്ച വാദങ്ങൾ കള്ളമെന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്ത്. കലാഭവൻ മണിക്ക് ഗുരുതര കരൾ രോഗവും ആന്തരിക രക്തസ്രാവവും ഉണ്ടായി എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അന്വേഷണ സംഘത്തിന് റിപ്പോർട്ട് കൈമാറി. മണിയുടെ സുഹൃത്ത് നടൻ സാബുവിനെ ചോദ്യം ചെയ്തു. തന്നെക്കുറിച്ച് കുപ്രചരണം നടക്കുന്നുവെന്ന് സാബു. വിജയ് മല്യയുടെ സ്വത്ത് ലേലത്തിൽ വെച്ച SBIക്ക് തിരിച്ചടി. കിങ്ഫിഷർ ഹൗസ് ഏറ്റെടുക്കാൻ ആരും വന്നില്ല. കോടതിയിൽ ഹാജരാകാൻ കൂടുതൽ സമയം വേണമെന്ന് മല്യ. കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ നടൻ മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കാൻ CPIM കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ധാരണ. സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പങ്കെടുത്ത യോഗമാണ് ഈ നിർദ്ദേശം സമർപ്പിച്ചത്. അതേസമയം തൃപ്പൂണിത്തുറയിലെ സ്ഥാനാർത്ഥി നിർണ്ണയം സംബന്ധിച്ച് ഇന്നത്തെ CPIM എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റിലും തീരുമാനമായിട്ടില്ല. തൃപ്പൂണിത്തുറ തൽക്കാലം ഒഴിച്ചിടാനാണ് തീരുമാനം. ഇതിനിടെ P. രാജീവിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ട് തൃപ്പൂണിത്തുറ മണ്ഡലത്തിലെ ഇടക്കൊച്ചിയിൽ CPIM പ്രവർത്തകർ പ്രകടനം നടത്തുകയും പോസ്റ്റർ പതിക്കുകയും ചെയ്തു. ഏറ്റുമാനൂരിൽ സുരേഷ് കുറുപ്പിനെ തന്നെ മത്സരിപ്പിക്കാൻ CPIM കോട്ടയം ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനമെടുത്തു. പുതുപ്പള്ളിയിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ SFI സംസ്ഥാന പ്രസിഡന്റ് JC തോമസിനെയും കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെതിരെ റെജി സക്കറിയയെയും മത്സരിപ്പിക്കാൻ ധാരണയായി. കോഴിക്കോട് ബേപ്പൂരിൽ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ച M. മെഹബൂബിനെതിരെ പ്രാദേശികമായി എതിർപ്പുയർന്ന സാഹചര്യത്തിൽ VKC മുഹമ്മദ് കോയ CPIM സ്ഥാനാർത്ഥിയാകും. ഇന്ന് ചേർന്ന വിവിധ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളാണ് അന്തിമ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് കടന്നത്. കൊല്ലത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ. ഉമേഷ്, കൊല്ലത്ത് ഒരു സർപ്രൈസ് ഉള്ളത് അവിടെ മുകേഷ് CPIM ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയാകുന്നു എന്നുള്ളതാണ്. നേരത്തെ PK ഗുരുദാസന്റെ പേര് പരിഗണിച്ചിരുന്ന മണ്ഡലമാണ്. CPIM-ൽ ഒന്നിലധികം അവകാശികൾ, സ്ഥാനാർത്ഥി മോഹികൾ ഉണ്ടായിരുന്ന ഒരു സീറ്റ് കൂടിയാണ് കൊല്ലം. CPIM ഷുവർ സീറ്റായി കരുതപ്പെടുന്ന ഈ മണ്ഡലത്തിൽ മുകേഷിന്റെ പേരെങ്ങനെയാണ് വന്നത്? വിജയം അവസാന നിമിഷമായിരുന്നു മുകേഷിന്റെ പേര് കൊല്ലം നിയമസഭാ മണ്ഡലത്തിലേക്ക് ഉയർന്നു വീട്ടത്. ഇന്ന് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പങ്കെടുത്തിരുന്നു. കോടിയേരി ബാലകൃഷ്ണനാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം എന്നോണം മുകേഷിന്റെ പേര് മുന്നോട്ട് വെച്ചത്. മുകേഷിനെ മത്സരിപ്പിക്കുന്നത് സംബന്ധിച്ച് പല അഭിപ്രായങ്ങളും ഉണ്ടെങ്കിലും അന്തിമമായി ജില്ലാ സെക്രട്ടേറിയറ്റ് മുകേഷിനെ മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ അന്തിമമായി മുകേഷിനെ മത്സരിപ്പിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുകയായിരുന്നു. അന്തിമ തീരുമാനം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് വിടുകയും ചെയ്തു. ഇത് മൂന്നാമതായി ചേരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റാണ് അവസാനം മുകേഷിന്റെ പേര് നിർദ്ദേശിക്കുന്നത്. ആദ്യം ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിലവിലെ MLA ആയ PK ഗുരുദാസന്റെ പേര് ഒഴിവാക്കി K. വരദരാജൻ, പ്രസന്ന ഏണസ്റ്റ്, NS പ്രസന്നകുമാർ എന്നീ 3 പേരുടെ പേരുകളായിരുന്നു നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ ഈ പട്ടിക സംസ്ഥാന സെക്രട്ടേറിയറ്റ് മടക്കിയിരുന്നു. ഇതിനുശേഷം ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ PK ഗുരുദാസന്റെ പേര് മാത്രം നിർദ്ദേശിച്ചു. ഈ പേര് കേന്ദ്ര നേതൃത്വത്തിന്റെ എതിർപ്പിനെ തുടർന്ന് മടക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് മൂന്നാമതായി ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് നടൻ മുകേഷിന്റെ പേര് അംഗീകരിക്കുന്നത്. മുകേഷിനൊപ്പം മാധ്യമപ്രവർത്തകൻ RS ബാബുവിന്റെ പേരും ഉയർന്നു വന്നെങ്കിലും ജില്ലാ കമ്മിറ്റിയിൽ ഇതിനെതിരെ എതിർപ്പ് ഉയർന്ന സാഹചര്യത്തിൽ മുകേഷിന്റെ പേര് തന്നെ അന്തിമമായി അംഗീകരിക്കുകയായിരുന്നു. ഇരുവിപുരത്തായിരുന്നു നേരത്തെ മുകേഷിന്റെ പേര് ഉയർന്നു കേട്ടിരുന്നത്. എന്നാൽ ഇരുവിപുരം ഇപ്പോഴും CPIM മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമാകാത്തത് കൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഇരുവിപുരം ചർച്ചയ്ക്കെടുത്തില്ല. കൂടാതെ അറിയാൻ കഴിയുന്നത് CPIM സ്ഥാനാർത്ഥിയായി തന്നെ മുകേഷ് മത്സരരംഗത്ത് ഇറങ്ങും എന്നുള്ളതാണ്. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മുകേഷ് കൊല്ലത്ത് ജനവിധി നേടും എന്നുള്ളതാണ്. മുകേഷും കൊല്ലത്ത് മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഉമേഷാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ശ്രീ M. V. ഗോവിന്ദൻ മാസ്റ്റർ, CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, ടെലിഫോൺ ലൈനിൽ. ശ്രീ M. V. ഗോവിന്ദൻ മാസ്റ്റർ, പലയിടങ്ങളിലും സ്ഥാനാർത്ഥിമാരുടെ പേര് ചർച്ച ചെയ്യപ്പെടുന്ന വേളയിൽ തന്നെ പ്രതികരണങ്ങൾ പോസ്റ്ററിന്റെ രൂപത്തിലും പ്രകടനത്തിന്റെ രൂപത്തിലും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ചർച്ചാവേളയിലാണ് ഇത് എന്നോർക്കണം. അങ്ങനെ നടക്കുന്ന കാര്യങ്ങൾ സ്ഥാനാർത്ഥി നിർണയത്തെ സ്വാധീനിക്കുമോ? സ്ഥാനാർത്ഥി നിർണയത്തെ പുറത്തു നടക്കുന്ന പ്രകടനവും പോസ്റ്ററിങ്ങോ ഒന്നും ഒരു തരത്തിലും സ്വാധീനിക്കുന്നില്ല. പാർട്ടി അതിന്റെ സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സ്ഥാനാർത്ഥികളൊക്കെ നിർണയിക്കുകയും അതിനാവശ്യമായ രീതിയിൽ തീരുമാനമെടുക്കുകയും ചെയ്യുന്നത്. അതാണ് പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിട്ടില്ല.
തീർച്ചയായും. പക്ഷേ ചില പേരുകൾ പുറത്തേക്ക് വരുന്നുണ്ടല്ലോ. അങ്ങനെ പേരുകൾ പുറത്തേക്ക് വരുമ്പോൾ പല പേരും പുറത്തു വരുന്നുണ്ട്. അതെ, ആ പേരുകൾ പുറത്തേക്ക് വരുമ്പോൾ അത് തീർച്ചയായും സമൂഹത്തിൽ ചർച്ചയാകുമല്ലോ. അങ്ങനെ നടക്കുന്ന ചർച്ചയിൽ അനുകൂലവും പ്രതികൂലവുമായ വാദങ്ങൾ ഉണ്ടാകും. അത്തരം വാദങ്ങൾ കൂടി ഇതൊരു ജനാധിപത്യ സംവിധാനമാണല്ലോ, പാർട്ടിക്ക് കണക്കിലെടുക്കാവുന്നതല്ലേ? അതെ, കണക്കിലെടുക്കാവുന്നതാണ്. എല്ലാം വരട്ടെ, അനുകൂലവും പ്രതികൂലവും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ വരട്ടെ. വന്നിട്ട് പാർട്ടി എന്ന രീതിയിൽ കാര്യങ്ങൾ തീരുമാനിച്ച് കൃത്യമായിട്ട് പറയേണ്ട സമയത്ത് പറയുകയാണ് ചെയ്യുക. തീർച്ചയായും. ഇവിടെ ഇപ്പോൾ കൊല്ലത്ത് നടൻ മുകേഷിൻ്റെ പേര് പരിഗണനാ പട്ടികയിലുണ്ട്. സാധാരണഗതിയിൽ പാർട്ടി ജയിക്കുന്ന കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ഗുരുദാസൻ മത്സരിച്ച ഒരു സീറ്റിലേക്ക്, അതായത് ഉറപ്പായും ജയിക്കുന്ന ഒരു സീറ്റിലേക്ക് അങ്ങനെ പുറത്തുനിന്ന് ഒരാൾ വരേണ്ട കാര്യമുണ്ടോ? അല്ല, അത് സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ഭാഗമായിട്ട് പട്ടികയിൽ ആരൊക്കെ ഉണ്ടാവണം എന്നുള്ളത് കേരളത്തിലെ ആകെയുള്ള പട്ടിക, ജില്ലയിലെ പട്ടിക, ഓരോ മണ്ഡലത്തിന്റെ പട്ടിക ഒക്കെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചുകൊണ്ട് മാത്രമേ തീരുമാനിക്കാൻ സാധിക്കുള്ളൂ. കേവലം ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഒരാളെ എടുത്തിട്ട് അത് അങ്ങനെയാണോ വേണ്ടത് ഇങ്ങനെയാണോ വേണ്ടതെന്ന് പറഞ്ഞാൽ പൂർണ്ണമാകുന്നതല്ല. ആകെ കേരളത്തിനാകെ 140 മണ്ഡലം ഉണ്ടല്ലോ. 140 മണ്ഡലത്തിന്റെയും പൊതുവായ ചിത്രം പരിശോധിക്കുമ്പോൾ എല്ലാ സാമൂഹ്യ ഘടനയും സാംസ്കാരിക രംഗം അതുപോലെ തന്നെ രാഷ്ട്രീയ നേതൃത്വം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചുകൊണ്ട് മാത്രമേ തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കൂ. ഇത് എന്നത്തേക്ക് പൂർത്തിയാക്കാൻ കഴിയും? എന്നത്തേക്ക് സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കാൻ കഴിയുമെന്നാണ് പാർട്ടി ഇപ്പോൾ ആലോചിക്കുന്നത്? 25 ആകുമ്പോഴേക്ക് അതിന്റെ പ്രോസസ് പൂർത്തിയാവും. 25 കഴിയും. 25-ാം തീയതി ആകുമ്പോഴേക്ക് പൂർണ്ണമായും നമുക്ക് സ്ഥാനാർത്ഥികളെ അറിയാം. പൂർണ്ണമായിട്ടും. അതെ അതെ, ദയവായി ഈ ചർച്ചയിൽ തുടരണം. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇവിടെ മുൻപ് വി എസ് അച്യുതാനന്ദന് വേണ്ടി പ്രകടനങ്ങൾ നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ട ഘട്ടത്തിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കണം എന്ന പേരിൽ. ഇതിപ്പോൾ പല മണ്ഡലങ്ങളിലും പ്രകടനവും പോസ്റ്ററും നടക്കുന്നുണ്ട്. ചിലപ്പോൾ രാഷ്ട്രീയ എതിരാളികൾ വെക്കുന്നതും ഉണ്ടാകാം. എങ്കിലും CPIMന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ മുൻപില്ലാത്ത ചില പുതിയ പ്രവണതകൾ കാണുന്നുണ്ട്. അത് പോസ്റ്ററിൻ്റെ രൂപത്തിലും പ്രകടനത്തിൻ്റെ രൂപത്തിലുമൊക്കെ കൂടുതൽ ശക്തമാവുകയാണ്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? പാർട്ടിയിലേക്ക് ജനാധിപത്യം കടന്നു വരുന്നതിൻ്റെ ഒരു സൂചനയായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. കാരണം എന്ന് വെച്ചാൽ പാർട്ടിയെ ഇതുപോലെ ഭീഷണിപ്പെടുത്തിയോ വെല്ലുവിളിച്ചും ഒക്കെ സ്ഥാനാർത്ഥിത്വം നേടിക്കളയാമെന്ന് ചില നേതാക്കന്മാരും അല്ലെങ്കിൽ അവരുടെ അനുയായികളും വിശ്വസിക്കുന്നുണ്ട്. അഭിലാഷ് ഒരു കാര്യം പറഞ്ഞല്ലോ, ചിലപ്പോൾ പാർട്ടിയെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി പാർട്ടി ശത്രുക്കൾ, എൻ്റെ പൊന്ന അഭിലാഷ്, ശത്രുക്കൾക്ക് അവരുടെ കാര്യം നോക്കാൻ സമയമില്ല. കോൺഗ്രസ്സുകാർ ഒരു സീറ്റിന് വേണ്ടി കടിപിടി കൂടുകയാണ്. ആ സമയത്ത് ഇനി മാർക്സിസ്റ്റുകാരെ ഒന്ന് അപകീർത്തിപ്പെടുത്തി കളയാം എന്ന് വിചാരിച്ച് ആരെങ്കിലും പോസ്റ്റ് വെക്കുന്നത് ഞാൻ വിചാരിക്കുന്നില്ല. ഇതൊക്കെ പാർട്ടിക്കകത്ത് ഉള്ള ജീർണതകളുടെ അല്ലെങ്കിൽ പാർലമെൻ്ററി ദുരാഗ്രഹത്തിൻ്റെ ചില പ്രകടനങ്ങൾ തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാത്രമല്ല, പാർട്ടി സ്ഥാനാർത്ഥികൾ നിർണ്ണയിക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ മാനദണ്ഡം വേണ്ടേ? ഇപ്പോൾ സിനിമാ നടൻ മുകേഷിനെ കൊല്ലത്ത് മത്സരിപ്പിക്കുക, എന്ത് വൃത്തികേടാണിത്? ഈ നാട്ടിൽ CPMന് വേണ്ടി മത്സരിക്കാൻ ഒരാളില്ലേ? കൊല്ലത്ത് ആരുമില്ലേ? എത്രയോ നല്ല നേതാക്കന്മാരുണ്ട്. ഞാൻ തരാമല്ലോ ലിസ്റ്റ്. കൊല്ലത്ത് നല്ല മിടുമിടുക്കന്മാരായിട്ടുള്ള നമ്മുടെ EP ജയരാജൻ പറഞ്ഞ മണിമുത്ത് പോലെയുള്ള സ്ഥാനാർത്ഥികൾ എത്ര പേരുണ്ട്? അവരാരെ മത്സരിപ്പിക്കാതെ ഒരു 7-ാം കൂലി സിനിമാ നടനെ കൊണ്ട് നിർത്തേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് മനസ്സിലാവുള്ളൂ ഇതിൻ്റെ ലോജിക്ക്. എൻ്റെ പേടി ഇപ്പോൾ സിൽക്ക് സ്മിതയ്ക്ക് അവർ മരിച്ചുപോയി ദൈവാദിനം. ഷക്കീലയെ നാളെ പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് അരിവാൾ ചിറ്റിയ നക്ഷത്രത്തിൽ നടത്തിയ ആൾക്കാർ വോട്ട് ചെയ്യേണ്ടി വരില്ലേ? ഇതൊക്കെ മഹാവൃത്തികേടാണ്. ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഒരു വർഗ്ഗ ബഹുജന പ്രസ്ഥാനം ഇവിടെ ഇന്നസെൻറ്റിനെ സ്ഥാനാർത്ഥിയാക്കിയതിൻ്റെ കെടുതി ഇപ്പോഴും ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ചാലക്കുടി മണ്ഡലത്തിൽ. ഇതൊക്കെ പാർട്ടിക്ക് ജനങ്ങളൊരു പ്രതിബദ്ധത വേണ്ടേ? പണ്ട് ആരോ ഒരാൾ പരിഹാസമായിട്ട് നിയമസഭയിൽ തോപ്പിൽ രവിയാണെന്നാണ് എൻ്റെ ഓർമ്മ പറഞ്ഞിട്ടുണ്ട്. പണ്ടൊക്കെ പാർട്ടിയുടെ സമ്മേളനങ്ങൾ അവസാനിച്ചിരുന്നത് സാംബശിവൻ്റെ കഥാപ്രസംഗത്തോട്ടാണ്. ഇപ്പോൾ അവസാനിക്കുന്നത് നയനാരുടെ ഹാസ്യ കഥാപ്രസംഗത്തോട്ടാണ്. പരിഹാസമായിട്ട് പറഞ്ഞതാണ്. ഇപ്പോൾ പാർട്ടി ആരാണ് സ്ഥാനാർത്ഥി? പണ്ടൊരു സിനിമാ മുരളിയെ മത്സരിപ്പിച്ചു സുധീറിനെതിരായിട്ട്. പിന്നെ സുധീറിനെതിരായിട്ടാണെന്ന് വിചാരിക്കുക, ജയിക്കില്ല എന്ന് ഉറപ്പുണ്ട്. ഇത് ഇന്നസെൻറ്റിനെ നിർത്തി അയാൾ ജയിച്ചു. ഇനി ലോകത്തുള്ള എല്ലാ സിനിമാടന്മാരും പാർട്ടിക്കാരായിട്ട് മത്സരിപ്പിക്കാനുള്ള പരിപാടി. എന്താ മുകേഷ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണല്ലോ. മുകേഷ് കമ്മ്യൂണിസ്റ്റുകാർ CPIയോട് ചായ്വുള്ള ഒരാളായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. അദ്ദേഹത്തിൻ്റെ പിതാവ് O മാധവൻ ഒരു CPIക്കാരൻ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു. O മാധവൻ്റെ മകനാണെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ബാലകൃഷ്ണപിള്ളയുടെ മകനാണെന്ന് വിചാരിച്ച് ഗണേഷ് കുമാർ മത്സരിക്കുന്ന പോലെ O മാധവൻ്റെ മകൻ കെയർ ഓഫ് എന്ന് പറഞ്ഞ് മത്സരിപ്പിക്കാൻ പറ്റുമോ? ഈ പാർട്ടിയിൽ പാർട്ടി പ്രവർത്തകർ DYFI പ്രവർത്തകർ എത്ര പേരുണ്ട്? SFIക്കാർ എത്ര പേരുണ്ട്? ചെറുപ്പക്കാർ എത്ര പേരുണ്ട്? മുതിർന്ന നേതാക്കൾ എത്ര പേരുണ്ട്? ഗുരുദാസൻ മത്സരിച്ചിരുന്ന സീറ്റിൽ മുകേഷിനെ മത്സരിപ്പിക്കാൻ പറ്റുമോ? എന്തൊരു ആഭാസത്തരമാണ്. മലയാളത്തിൽ വേറെ വാക്കില്ല, ആഭാസമാണ്. പാർലമെന്ററി ആഭാസം. ഇതൊക്കെ തികച്ചും തെറ്റാണ് അഭിലാഷ്. ഒരു കമ്മ്യൂണിസ്റ്റുകാർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ അംഗീകരിക്കില്ല. തീർച്ചയായും. ശ്രീ NM പിയേഴ്സൺ, ഈ ഇന്നത്തെ ദിവസം ഞാൻ വായിച്ച ഒരു ആർട്ടിക്കിൾ, മറ്റ് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ ഇല്ലാത്ത ഒരു വ്യത്യാസം കേരളത്തിലുള്ളത്, ഇവിടെ സിനിമാ താരങ്ങളെയും മറ്റുമൊക്കെ മത്സരിപ്പിച്ചാൽ ജയിക്കുമെന്ന അവസ്ഥയില്ല എന്നുള്ളതാണ്. തമിഴ്നാട്ടിലും ആന്ധ്രയിലുമൊക്കെ ആ രീതിയിലാണല്ലോ. പക്ഷേ ഇത്തവണ ഈ സ്ഥാനാർത്ഥി പട്ടിക ചർച്ച ചെയ്യുന്ന വേളയിൽ തന്നെ
നിരവധി സിനിമാ താരങ്ങൾ വരുന്നുണ്ട്. അതിൽ ലാലു അലക്സ് പറഞ്ഞത് ഞാൻ 3 മുന്നണിയുടെയും സ്ഥാനാർത്ഥിയാവാൻ റെഡിയാണ് എന്നുള്ളതാണ്. അതിപ്പോൾ സാഹചര്യം അനുസരിച്ച് ഞാൻ ആരുടെ സ്ഥാനാർത്ഥിയാകണം എന്നുള്ളത് അപ്പോൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പോൾ മുകേഷ് മത്സരിക്കുന്നു എന്നുള്ളതല്ല, CPIM ഒരു ഉറച്ച സീറ്റിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുകയാണ്. വേറൊരാൾ മത്സരിച്ചിരുന്നെങ്കിലും ജയിക്കുമായിരുന്ന ഒരു സീറ്റാണ്. ഇങ്ങനെയുള്ള പ്രവണതകൾ ജയം അനിവാര്യമാകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ആ നിലയ്ക്ക് ജയിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമായി കണ്ടാൽ മതിയോ? അല്ല, അങ്ങനെയല്ല അത് സംഭവിക്കുന്നത്. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി തന്നെ CPM എന്ന് പറയുന്ന ഒരു കട്ടൗട്ട് രാഷ്ട്രീയത്തിലേക്ക് കടന്നു കയറിയെന്ന് എനിക്ക് തോന്നുന്നു. കേരളത്തിലെ ഏതാണ്ട് 140 മണ്ഡലങ്ങളിലും ഓരോ സ്ഥാനാർത്ഥികൾക്കും ജയിക്കുന്നതിന് വേണ്ടി VSൻ്റെ ഫ്ലക്സ് അവരടിച്ചു വെച്ചിരുന്നു. അത് VSനുള്ള ആരാധനയായിട്ടല്ല ഞാൻ കണക്കാക്കുന്നത്. ഓരോ സ്ഥാനാർത്ഥിയും ആ സ്ഥാനാർത്ഥിയെ അത്രമാത്രം ആരാധിക്കുകയും തൻ്റെ വിജയത്തിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഘടകമാണ് VS എന്ന് കരുതുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഫ്ലക്സ് അടിച്ചു വയ്ക്കുകയും ചെയ്തിരിക്കുന്നതാണ്. കേരളത്തിലിപ്പോൾ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിന് സംഭവിച്ചിരിക്കുന്ന ഒരു വലിയ ജീർണത ജയശങ്കർ ചൂണ്ടിക്കാണിച്ച വളരെ ശരിയാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് സമ്പൂർണ്ണമായി ചോർന്നു പോയി കഴിഞ്ഞിരിക്കുകയാണ്. രാഷ്ട്രീയം ചോർന്നു പോയെടുത്ത് വലിയ തരത്തിലേക്ക് പോപ്പുലിസം, ജനപ്രിയത എന്ന് പറയുന്നത് കൊണ്ടുവരാൻ ശ്രമിക്കാൻ. അതാണ് ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലൊക്കെ നടക്കുന്നത്. അവിടുത്തെ കട്ടൗട്ട് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനം അത് തന്നെയാണ്. സിനിമാ നടന്മാരെല്ലാം വലിയ തോതിൽ വിജയിക്കുന്നതിൻ്റെയും അടിത്തറ അത് തന്നെയാണ്. കേരളത്തിൽ പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. തിരഞ്ഞെടുപ്പിൽ ഓരോ സ്ഥാനാർത്ഥിയും വിജയിക്കുന്നതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് അയാളുടെ രാഷ്ട്രീയ അടിത്തറ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് സിനിമാ നടന്മാർക്ക് ആർക്കും കടന്നു വരാനായിട്ടുള്ള ഇടമില്ലാതിരുന്നത്. പക്ഷേ അത് മാറുകയാണെന്ന് എനിക്ക് തോന്നുകയാണ് ചെയ്യുന്നത്. അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇതിനേക്കാൾ കൂടുതൽ സിനിമാ നടന്മാരെ ഇവിടെ വലിയ തരത്തിൽ റാലി നടത്തിയാൽ അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ രാഷ്ട്രീയമില്ലാത്ത തരത്തിലേക്ക് കേരളത്തിൻ്റെ ഒരു മാറ്റം, ഇതിൽ വലിയൊരു അപകടം ഞാൻ കാണുന്നുണ്ട്. CPM എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം എന്തുകൊണ്ടാണ് പുതിയ തലമുറയെ, ചെറുപ്പക്കാരെ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനായിട്ട് തയ്യാറാവാത്തത്? അതിൻ്റെ ആദ്യത്തെ അജണ്ട എന്ന് പറഞ്ഞാൽ 2 വട്ടം മത്സരിച്ചവരെ മത്സരിപ്പിക്കില്ല എന്നായിരുന്നു. ഇപ്പോൾ അത് അവസാനം എത്തിയിരിക്കുന്ന കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ മത്സരിച്ചവരെ തന്നെ, നിലവിലുള്ള MLA-മാരെ തന്നെ മത്സരിപ്പിച്ചാൽ എന്നുള്ളതാണ്. കാരണം ആ MLA-മാർ സർക്കാരിൻ്റെ കോടിക്കണക്കിന് പണം മണ്ഡലത്തിൽ ചെലവഴിച്ച് പലതരത്തിലായിട്ടുള്ള സ്വാധീനങ്ങൾ ഉണ്ടാക്കി നൽകുകയും ആ സ്വാധീനത്തിലൂടെ മാത്രം CPM-ന് ജയിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്ന തെറ്റിദ്ധാരണയിലേക്ക് നേതൃത്വം എത്തിച്ചേരുകയും ചെയ്യണം. അതിൻ്റെ അപഭ്രംശങ്ങളാണ് സിനിമാ നടന്മാരിലേക്ക് ഉള്ള ഈ അതിനെ ഒരു അപഭ്രംശമായിട്ടാണ് താങ്കൾ കാണുന്നത്. ശ്രീ B. ഉണ്ണികൃഷ്ണൻ, ചലച്ചിത്ര സംവിധായകൻ, ടെലിഫോൺ ലൈനിൽ. അദ്ദേഹം രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയാണ്. ശ്രീ B. ഉണ്ണികൃഷ്ണൻ, ചലച്ചിത്ര താരങ്ങൾ ഏറ്റവും അധികം മത്സരിക്കുന്ന കേരളത്തിലെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പായിരിക്കും വരുന്നത് എന്ന് തോന്നുന്നു. കാരണം ആ മട്ടിലാണ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ. അത് രാഷ്ട്രീയത്തിന് സംഭവിച്ച ഒരു അപഭ്രംശമായി ചൂണ്ടിക്കാണിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകർ. അത് മറ്റൊന്നും കൊണ്ടല്ല, രാഷ്ട്രീയം പറയാതെ ഈ ചലച്ചിത്ര പ്രവർത്തകരുടെ ജനപ്രിയത വോട്ടാക്കി മാറ്റുക എന്നതിലേക്ക് ചുരുങ്ങിപ്പോകുന്നു എന്നുള്ള സ്ഥലത്താണ് അതിന്റെ വിമർശനം വരുന്നത്. ഇല്ല, സാമാന്യവൽക്കരിച്ച് അങ്ങനെ ഒരു അഭിപ്രായം പറയുന്ന ഒരു അപകടമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ചലച്ചിത്രകാരന്മാരോ അല്ലെങ്കിൽ നടീനടന്മാരോ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുമ്പോൾ അതിനെ അപഭ്രംശമായിട്ട് കാണുന്നു എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം ഓർത്തഡോക്സിയാണ്. അതിനോട് എനിക്ക് തെല്ലും വിയോജിപ്പില്ല. പക്ഷേ അത് അങ്ങനെ ഇരിക്കെ തന്നെ ഈ ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവർ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുമ്പോൾ അവർ ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. ഒപ്പം ഇടതുപക്ഷമായാലോ വലതുപക്ഷ UDF ആയാലും LDF ആയാലും അത്തരമൊരു തെരഞ്ഞെടുപ്പിന് പിന്നെ ചേതോവികാരമില്ലെന്ന് അവരും കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കേണ്ടത് നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇത് പെട്ടെന്ന് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം എന്നാൽ പാർലമെന്റ് രംഗത്തേക്ക് ഞാൻ കടന്നു വരുന്നു എന്ന് തീരുമാനിക്കാവുന്ന ഒരു സംഗതിയല്ലല്ലോ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് വലിയ മാനങ്ങളുള്ള നമ്മളുടെ ജീവിതത്തെ മുഴുവൻ, കേരളം ഇനി എങ്ങോട്ട് പോകണം, നമ്മളുടെ സാമൂഹിക ജീവിതം എന്തായിരിക്കണം എന്ന് തീരുമാനിക്കുന്ന വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുമ്പോൾ തീർച്ചയായിട്ടും ആ സ്ഥാനാർത്ഥിക്ക് ഒരു രാഷ്ട്രീയ ബോധ്യം വേണം, ചരിത്രബോധം വേണം, സാമൂഹിക ബോധം വേണം, താൻ ഏറ്റെടുക്കാൻ പോകുന്ന ജോലിയെക്കുറിച്ച് പൂർണ്ണമായിട്ടുള്ള അവബോധം വേണം, അതിനോട് പ്രതിബദ്ധത വേണം. ഇത്തരം കാര്യങ്ങളിൽ 100% നമുക്ക് നീതി പുലർത്താൻ കഴിയുമെന്ന് ബോധ്യമുള്ളവർ മാത്രം ഈ രംഗത്ത് വരുന്നതായിരിക്കും അഭികാമ്യം. അത് തർക്കമില്ലാത്ത വിഷയമാണ്. പക്ഷേ ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ട് മാത്രം, നേടി എന്നതുകൊണ്ട് മാത്രം അവർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഭാഗഭാക്കാകാൻ പാടില്ല എന്ന് പറയുന്ന ഓർത്തഡോക്സിയോടെ എനിക്ക് തെല്ലും അല്ല. ഇതിൽ ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതൊരു അയോഗ്യതയല്ല. പക്ഷേ ചലച്ചിത്ര രംഗത്തെ പോപ്പുലാരിറ്റി വോട്ടായി മാറും എന്ന പ്രതീക്ഷയിൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുമ്പോൾ അതിന് ധാരാളം അപകടമുണ്ടല്ലോ. ഒന്ന്, ഈ പാർട്ടികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്കുണ്ടാകുന്ന രോഷം. അതിപ്പോൾ വടക്കാഞ്ചേരിയിൽ നമ്മൾ കാണുകയുണ്ടായി. എന്തുകൊണ്ടാണ്
പാർട്ടിക്ക് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന നിരവധി നാളുകളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവസരം കിട്ടാത്തത് എന്ന വിഷമം അവരെ സംബന്ധിച്ചുണ്ടാകും. നമ്മൾ മുൻപ് പറയുമല്ലോ കെട്ടിയിറക്കുക എന്ന്, അതുപോലെ ഒരു മണ്ഡലത്തിലേക്ക് ഇങ്ങനെ ക്രാഷ് ലാൻഡ് ചെയ്യുകയാണ് സ്ഥാനാർത്ഥികൾ എന്നുള്ളതാണ്. ഈ താങ്കൾ സൂചിപ്പിച്ച കാര്യത്തില് രണ്ട് രീതിയിൽ മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് അവരുടെ ജനപ്രിയത വോട്ടായി മാറും എന്ന ഒരു മൂഢധാരണ ഇവിടെ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു ധാരണ ഉണ്ടെങ്കിൽ ആ ധാരണയ്ക്ക് ആയുസില്ല എന്ന് പലവട്ടം തെളിയിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. കേരളത്തിലെ ആളുകൾക്ക് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. അവരുടെ ചരിത്രം എന്താണെന്നറിയാം, അവരുടെ ഇതുവരെയുള്ള പ്രവർത്തനം അറിയാം. അപ്പൊ അങ്ങനെ ആരെയെങ്കിലും പെട്ടെന്ന് ജനപ്രിയത മാത്രം മുതലാക്കി ഒരു സീറ്റ് പിടിച്ചു കളയാം എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു മുന്നണി ഒരു താരത്തെയോ ഒരു ചലച്ചിത്ര പ്രവർത്തകനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രംഗത്തെ ഒരാളെയോ മുമ്പോട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു ഫലം ഈ തെരഞ്ഞെടുപ്പിലൂടെ തന്നെ അവർക്ക് ലഭിക്കുന്നതാണ്. രണ്ടാമത് ലളിത ചേച്ചിയുടെ കാര്യം, നിങ്ങൾ പറഞ്ഞ വടക്കാഞ്ചേരിയുടെ കാര്യം, എനിക്ക് അതിനോട് തരുന്നും യോജിപ്പില്ല. ഇങ്ങനെ നൂലിക്കെട്ടി ഇറക്കിയ ആളാണോ KPC ലളിത? ആ കലാകാരിയുടെ ജീവിതം എന്താണ്, അവരുടെ ചരിത്രം എന്താണ്, അവരിവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോടൊപ്പം നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷം എത്രയായി? ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഏറ്റവും ഭീഷണമായ സാഹചര്യങ്ങൾ നേരിട്ടപ്പോൾ ഈ നാടകങ്ങളിലൂടെ കടന്നു വന്ന ഒരു കലാകാരിയാണ്. തികച്ചും അവർക്ക് ഇടതുപക്ഷ അവബോധമുള്ള ഒരു വനിതയാണ് അവർ. ഒരു സ്ത്രീ എന്ന നിലയിൽ, ഒരു നടി എന്ന നിലയിൽ നമ്മുടെ ചരിത്രത്തിലും നമ്മുടെ സാംസ്കാരിക ചരിത്രത്തിലും തന്റേതായ ഇടപെടൽ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവർക്ക് തീർച്ചയായും ജനങ്ങളെ പ്രതിനിധീകരിക്കാനുള്ള എല്ലാ തരത്തിലുമുള്ള യോഗ്യതയുണ്ട്, അവകാശമുണ്ട്. അവരെ നൂലിക്കെട്ടി ഇറക്കി എന്ന് പറയത്തക്ക വിധത്തിലുള്ള ഒരു ഇടതുപക്ഷ അവബോധം ആരെങ്കിലും പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരോട് സഹതാപം മാത്രമേ. തീർച്ചയായും ദയവായി തുടരണം ശ്രീ ബി ഉണ്ണികൃഷ്ണൻ. ശ്രീമതി സാറ ജോസഫ്, രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥി നിർണയ പ്രക്രിയ പുരോഗമിക്കുമ്പോൾ കൂടുതലായി ജനങ്ങൾ അഭിപ്രായം പറയുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട്. ഒന്ന്, തെരഞ്ഞെടുപ്പ് കുറച്ചധികം നീണ്ടുപോയതുകൊണ്ട് തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിന് കൂടുതൽ സമയം കിട്ടുന്നു എന്നുള്ളതും അതിൽ ഒരു ഘടകമായിരിക്കും. സ്ഥാനാർത്ഥികളുടെ പേരുകൾ ചർച്ച ചെയ്യപ്പെടുന്നു. മണ്ഡലങ്ങളിൽ ആ പാർട്ടികളുടെ പ്രവർത്തകർ വിവിധ തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നു. അത് പോസ്റ്ററിങ്ങിലേക്കും പ്രകടനങ്ങളിലേക്കും ഒക്കെ പോകുന്നു. ഇതൊക്കെ ഒരു പരിധിവരെയെങ്കിലും സ്വാധീനിക്കുമായിരിക്കാം ഈ സ്ഥാനാർത്ഥി നിർണയത്തെ. അങ്ങനെ യഥാർത്ഥത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ആ മണ്ഡലത്തിലുള്ള ആളുകൾക്ക് ഒരു വോയിസ് ഉണ്ടാവുകയാണ്. നല്ലതല്ലേ അത്? സ്ഥാനാർത്ഥി നിർണയത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, അതത് മണ്ഡലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള പ്രവർത്തകരുടെ പ്രവർത്തനത്തെ വിലയിരുത്തിക്കൊണ്ട് ഏറ്റവും മികച്ച ആളിനെ കൊണ്ടുവരിക. അത് ജാതി നോക്കരുത്, മതം നോക്കരുത്, ലിംഗഭേദം നോക്കരുത്, മറ്റ് യാതൊരു കാര്യങ്ങളും നോക്കരുത്. ദളിതനാണെങ്കിൽ ദളിതൻ, സ്ത്രീയാണെങ്കിൽ സ്ത്രീ, അതല്ല മറ്റു മേഖലകളിൽ പ്രവർത്തിച്ച് ഏറ്റവും ശക്തനായിട്ടുള്ള പ്രവർത്തകനെ, ശക്തയായ പ്രവർത്തകയെ കൊണ്ടുവരിക എന്നുള്ളതായിരിക്കണം മാനദണ്ഡം. പക്ഷെ ആ മാനദണ്ഡത്തിൽ ഇവിടെ സ്ഥാനാർത്ഥി നിർണയം നടക്കുന്നില്ല. നമുക്കറിയാം, ജാതി നോക്കണം, മതം നോക്കണം, മറ്റു പലതരത്തിലുള്ള കാര്യങ്ങൾ നോക്കണം, ഇതൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ അതിൽ വളരെ മോശപ്പെട്ടൊരു സംഗതി വന്നിട്ടുള്ളത്, തമിഴ്നാട്ടിലൊക്കെ കാണുന്നത് പോലെ സിനിമ നടന്മാരെ കൊണ്ടുവന്നാൽ ആ പോപ്പുലാരിറ്റി വോട്ടാക്കി മാറ്റാൻ പറ്റുമോ? ഇവിടെ നമുക്ക് പ്രത്യയശാസ്ത്രപരമായ ഒരു അപജയം സംഭവിക്കുന്നില്ലേ? മുമ്പ് രാഷ്ട്രീയ പാർട്ടി, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ ആദ്യകാലത്തെ മന്ത്രിസഭ നോക്കുക, അതുപോലെ നമുക്കിനി പ്രതീക്ഷിക്കാൻ പറ്റില്ല. ആദ്യകാലത്ത് EMSന്റെ മന്ത്രിസഭ പോലെ ഒരു മന്ത്രിസഭ ഇനി ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ എങ്ങനെയാണ് അത് തെരഞ്ഞെടുത്തിരുന്നത്? ആ അവസ്ഥയിൽ നിന്ന് പുറകോട്ട് പോയിട്ടുണ്ടോ എന്ന് കൂടി ചിന്തിക്കണം. മറ്റൊന്ന്, സ്ത്രീകളുടെ പ്രാതിനിധ്യം, അത് പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യത്തിൽ സ്ത്രീകളെ കൊണ്ടുവരുമ്പോൾ CPMനെങ്കിലും പ്രാപ്തരായ സ്ത്രീകളില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ജനറൽ സീറ്റിലേക്ക് സ്ത്രീകളെ കൊണ്ടുവരാറുണ്ടോ? സ്ത്രീകളുടെ സംവരണ സീറ്റിലേക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് മാത്രം സ്ത്രീകളെ കൊണ്ടുവരികയും ജനറൽ സീറ്റിലേക്ക് സ്ത്രീകളെ വരാതിരിക്കാൻ എത്രത്തോളം സാധിക്കുമോ അത്രത്തോളം ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കണ്ടുവരുന്നൊരു കാര്യമാണ്. ഇനി ദളിത് സ്ഥാനാർത്ഥികളുടെ കാര്യം, എത്രത്തോളം പ്രാതിനിധ്യം ഉണ്ട്? ഞാൻ ഈ പ്രാവശ്യത്തെ വിലയിരുത്തിയിട്ടില്ല, എനിക്ക് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ മാറിയ സാഹചര്യത്തിൽ ഒരു ദളിത് പ്രാതിനിധ്യം വൻതോതിൽ CPMലേക്ക് വന്നിട്ടുണ്ടോ സ്ഥാനാർത്ഥി നിർണയത്തിൽ നിന്ന് എനിക്കറിയില്ല. അത് ശരിക്കും ഇപ്പോൾ ഉള്ള പേരിനെ 1, 2, 3 എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് കഴിവ് നോക്കിക്കൊണ്ട് വെക്കാനായിട്ട് സാധിക്കണം സ്ഥാനാർത്ഥികളുടെ നിർണയത്തിൻ്റെ കാര്യത്തിൽ. അവിടെ അത് സംഭവിക്കുന്നില്ല. ഇത് എല്ലാ തട്ടിലും സംഭവിക്കുന്ന, അപ്പോൾ ഇലക്ഷൻ്റെ സമയത്ത് സ്ഥാനാർത്ഥി നിർണയത്തിൽ മാത്രം സംഭവിക്കുന്നില്ല. ഒരു കോളേജ് ഇലക്ഷൻ വന്നാൽ ഒരു ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ജാതി നോക്കി, സുന്ദരനാണോ നോക്കി, സുന്ദരിയാണോ നോക്കി, മതം നോക്കി, കഴിവ് നോക്കി, പണം നോക്കി, അങ്ങനെയൊക്കെയാണ് വെക്കുന്നത്. അത് മാറണം. ഇവിടെ നമുക്ക് ആവശ്യം
നമ്മുടെ അടിയുറച്ച പ്രത്യയശാസ്ത്ര ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന, തിരുത്താൻ കഴിയുന്ന വ്യക്തികളെയാണ്. അത്തരം വ്യക്തികളെ കൊണ്ടുവരുമ്പോഴാണ് പാർട്ടിയുടെ മേലെ ഉറച്ച വിശ്വാസം ഉണ്ടായത്. തീർച്ചയായും തുടരുക സാറ ടീച്ചർ. അഡ്വക്കേറ്റ് ജയശങ്കർ, KPSC ലളിത ഒരു ഉറച്ച കമ്മ്യൂണിസ്റ്റുകാരിയാണ്, അവരുടെ വളരെ ചെറിയ പ്രായം മുതൽ. അതേപോലെ തന്നെ മുകേഷ് ചാഞ്ചാടുന്ന രാഷ്ട്രീയ നിലപാടുകളുള്ള ആളല്ല, അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലുള്ള ആളാണ്, കമ്മ്യൂണിസ്റ്റും ആണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക എടുത്താൽ ജഗദീഷും സിദ്ദിഖും ദീർഘകാലമായി കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിത്വങ്ങളാണ്. അവർ മുൻപ് തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ കോൺഗ്രസിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ പ്രസംഗിക്കാൻ പോകുന്ന ആളുകളാണ്. അപ്പോൾ ഈ സിനിമക്കാരായതുകൊണ്ട് എന്തെങ്കിലും അയോഗ്യതയുണ്ടോ? ഇല്ല, സിനിമക്കാരായതുകൊണ്ട് ഒരു അയോഗ്യത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. സിനിമക്കാർക്ക് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് ഒരു വിലക്കുമില്ല, മത്സരിക്കാവുന്നതാണ്. മുമ്പും മത്സരിച്ച പാരമ്പര്യം ഉണ്ടായിട്ട് രാമു കാര്യാട്ട് ഒരിക്കൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. പിന്നെ ഗണേഷ് കുമാർ എത്ര കാലമായിട്ടുണ്ട് ഇവിടുത്തെ കേരള നിയമസഭയിലെ പല MLA-മാരെക്കാളും മന്ത്രിസഭയിലെ പല മന്ത്രിമാരെക്കാൾ ഭേദമായിരുന്നു. വലിയ അഴിമതിയില്ലാതെ ഭരിച്ച UDF മന്ത്രിസഭയിലൊരു വ്യക്തിയായിരുന്നു ഗണേഷ് കുമാർ. പിന്നെ നിർഭാഗ്യകരമായ സാഹചര്യത്തിൽ അദ്ദേഹം രാജിവെച്ച് പോയി. സിനിമാക്കാരനാകാൻ എന്നുള്ളൊരു അയോഗ്യതയില്ല, അയോഗ്യത ആകാനും പാടില്ല. പക്ഷേ ഈ സിനിമയിൽ നിന്ന് വരുന്ന ആളുകൾ അവർ മത്സരിക്കുന്നതിന് തടസ്സമില്ല, കഷ്ടകാലത്തിന് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ പേടി. അവർ സിനിമയുടെ ഷെഡ്യൂൾ അനുസരിച്ച് പോകുമോ അതോ പൂർണ്ണമായിട്ടും മണ്ഡലത്തിൽ താമസിച്ച് ഒരു MLA-യുടെ ഇന്നത്തെ കാലത്ത് ഉത്തരവാദിത്തങ്ങൾ എത്ര കഠോരമാണെന്ന് നമുക്കറിയാം. അങ്ങനെ ജനങ്ങളോടൊപ്പം നിൽക്കുമോ? ആ കാര്യത്തിൽ നമുക്ക് എന്ത് ഉറപ്പാണുള്ളത്? അതൊരു വശം. മാത്രമല്ല, വളരെ കാലമായിട്ട് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ ഇനിയിപ്പോൾ ഒരു സംശയാസ്പദമായ ജയിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സീറ്റിൽ മറ്റു വിധത്തിൽ സ്വീകാര്യനായ ഒരാളെ മത്സരിപ്പിക്കുന്നത് മനസ്സിലാക്കാം. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സീറ്റാണ്. അപ്പോൾ ആ സീറ്റിൽ ഇന്ന ആളെ മത്സരിക്കും. പണ്ട് എറണാകുളത്ത് പ്രൊഫസർ MK സാനുവിനെ മത്സരിപ്പിച്ച പോലെ. MK സാനു നമുക്കൊക്കെ വളരെ സ്നേഹവും ആദരവുമുള്ള ഒരു അധ്യാപകനാണ്. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പിന് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച ആളാണ്. എറണാകുളത്ത് വീടാന്തരം കയറി പ്രവർത്തിച്ച. എനിക്ക് യാതൊരു പശ്ചാത്താപവും അന്നും തോന്നിയിട്ടില്ല, ഇന്നും തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തെ പോലെ ഒരു ആദരണീയനായ വ്യക്തി കേരള നിയമസഭയിൽ അനിവാര്യനാണെന്ന് അന്ന് തോന്നി. ആ ഒരു ബോധ്യത്തിലാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ചത്. അദ്ദേഹം MLA 5 കൊല്ലം പ്രവർത്തിച്ചു. പക്ഷേ ആ രീതിയിൽ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റിയ അങ്ങനെ ഒരു മണ്ഡലത്തിന് വേണ്ടി ഇപ്പോൾ കൊല്ലം പോലെ ഇത്ര പൊളിറ്റിക്കലായിട്ടൊരു മണ്ഡലത്തിൽ TK ദിവാകരൻ മുതൽക്ക് PK ഗുരുദാസൻ വരെ, അല്ലെങ്കിൽ R ശങ്കർ മുതൽക്ക് ഗുരുദാസൻ വരെയുള്ള ആളുകൾ പ്രതികരിച്ച ഒരു മണ്ഡലത്തിൽ മുകേഷിനെ പോലെ ഒരാളെ മത്സരിപ്പിക്കുന്നത് എന്തൊരു അസംബന്ധമാണെന്ന് ആലോചിച്ചു. അതുപോലെ ഞാൻ ചാലക്കുടിയുടെ കാര്യം പറഞ്ഞില്ല. ചാലക്കുടി എത്ര പൊളിറ്റിക്കലായിട്ടൊരു മണ്ഡലമാണ്. TCN മേനോൻ, പനമ്പള്ളി ഗോവിന്ദ മേനോൻ, K കരുണാകരൻ, AC ജോർജ്, AC ജോസ്, ഇങ്ങനെ പ്രഗത്ഭന്മാരുടെ ഒരു നിര തന്നെ ഞങ്ങൾക്ക് കാണിക്കാം. ഇന്ത്യൻ പാർലമെൻറ്റിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ച എത്ര മഹാന്മാരായ ആളുകൾ. അവിടെ ഇന്നസെൻറ്റ് വരികയാണ്. ആ ഇന്നസെൻറ്റ് വന്നതിന് കുഴപ്പമില്ല, വന്നതിന് ശേഷം എന്തുണ്ടായി? ഞാൻ സത്യത്തിൽ അദ്ദേഹം വിജയിക്കുന്ന വിചാരിച്ചില്ല. ജയിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വീട് എവിടെയാണെന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത മണ്ഡലം എറണാകുളമാണെന്ന് പറയേണ്ട അവസ്ഥയായി. നമ്മൾ ദിവസം അനുഭവിക്കുന്നതാണ്. അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് അതാണ് പ്രശ്നം. ശ്രീ B ഉണ്ണികൃഷ്ണൻ, ഇപ്പോൾ KPSC ലളിത തീർച്ചയായും അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വളരെ വലിയ കലാകാരിയാണ്, വളരെ മികച്ച മലയാളത്തിലെ ഏറ്റവും മികച്ച അഭിനേത്രികളിൽ ഒരാളാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്ന് മാത്രമല്ല, മലയാളികൾക്ക് വ്യക്തിപരമായി അവരോട് ഒട്ടേറെ സ്നേഹം തോന്നേണ്ട നിരവധി ഘടകങ്ങളുണ്ട്. അവരുടെ അഭിമുഖങ്ങളൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് അവരോട് വല്ലാത്തൊരു സ്നേഹം തോന്നിപ്പോവുകയും ചെയ്യും. പക്ഷേ ഒരു നിയോജക മണ്ഡലത്തിന് വേണ്ടത് ഒരു MLA ആണ്. അങ്ങനെ നിയമസഭാ പ്രവർത്തനം നടത്താൻ അവരെ കൊണ്ട് കഴിയുമോ എന്നുള്ള ആശങ്ക വളരെ പ്രസക്തമാണ്. നിയമസഭയുടെ ഫ്ലോറിനകത്തെ പ്രവർത്തനമാകട്ടെ പുറത്തെ പ്രവർത്തനമാകട്ടെ അതിന് കഴിയുന്ന ഒരാളാണോ എന്നുള്ളതായിരിക്കുമല്ലോ സ്വാഭാവികമായും ജനങ്ങളുടെ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും ആദ്യത്തെ മാനദണ്ഡം. അതിന് പറ്റുന്ന സ്ഥാനാർത്ഥികളെയാണോ ഇവർ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത്? പിന്നെ അഭിലാഷ്, ഇപ്പോ KPSC ലളിത ചേച്ചി തിരഞ്ഞെടുക്കപ്പെട്ടാൽ KPSC ലളിത ചേച്ചിയുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കും കൂട്ടി പ്രവചിക്കാനൊന്നും ഞാൻ ആളല്ല. പക്ഷേ കൃത്യമായിട്ട് അവർക്ക് രാഷ്ട്രീയത്തെക്കുറിച്ചൊരു ബോധം മറ്റു പല നടീനടന്മാരെക്കാളും അവരുടെ ഉണ്ട്. അവരുടെ ചരിത്രം അതാണ്. അതിനൊന്നും എനിക്ക് യാതൊരു സംശയവുമില്ല. പക്ഷെ അവരുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കും എന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ ഞാൻ ആളല്ല. പിന്നെ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞ ഒരു കാര്യത്തോട് 100% ഞാൻ യോജിക്കുകയാണ്. ഇതൊരു പാർട്ട് ടൈം ജോലിയൊന്നുമല്ല, പാർട്ട് ടൈം ജോലിയുമല്ല. ഇത് ഞാനങ്ങ് തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്താ പറയുക, അതിൻ്റെതായിട്ടുള്ള ഒരു അത് താരപ്രഭയുടെ തന്നെ മറ്റൊരു എക്സ്റ്റൻഷനായി മാറുകയും ജനങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ് പാടെ മറന്നു പോവുകയും അവരെ അഭിനയത്തിലോ അവരുടെ സിനിമാ ജോലികളിലോ വ്യാപൃതരായി മറ്റേ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വരികയാണെങ്കിൽ അത് തീർച്ചയായും ദൗർഭാഗ്യകരമാണ്. അതുകൊണ്ട് ഞാൻ എന്നോട് വ്യക്തിപരമായി സംസാരിച്ച എന്റെ സഹപ്രവർത്തകരോട് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളൊരു സംഗതി, ഇത് വലിയ ഒരു കമ്മിറ്റ്മെന്റ് ആണെന്നുള്ള തിരിച്ചറിവോടുകൂടി അതിന് തയ്യാറാണെങ്കിൽ മാത്രം ഈ ഏർപ്പാടിന് ഇറങ്ങി പുറപ്പെടുക എന്നുള്ളതാണ്. പക്ഷേ
ഇത് പറയുമ്പോൾ തന്നെ സാമാന്യവൽക്കരിച്ചുകൊണ്ട് ചലച്ചിത്ര രംഗത്ത് ഉള്ളവർ ഇതിന് അയോഗ്യരാണ് എന്ന രീതിയിൽ ഒരു സംവാദം ഉണ്ടാകേണ്ടതില്ല. അവരുടെ തീർച്ചയായിട്ടും മറ്റാരെ പോലെയും ഒരു കലാകാരനോ മറ്റ് കലാരംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റാരെ പോലെയും സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ജനാധിപത്യ ക്രിയയിൽ അല്ലെങ്കിൽ പ്രക്രിയയിൽ ഭാഗമാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അവർക്ക് അത് ഗണേഷ് കുമാറിന്റെ ഉദാഹരണം ഇവിടെ പറയുകയുണ്ടായി. അതുപോലെ അവർക്ക് അതിന്റെ പെർഫോമൻസ് തെളിയിക്കുവാനുള്ള അവസരവുമുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പ്രകടിപ്പിച്ച അഭിപ്രായത്തോട് യോജിക്കുകയാണ്. അതിന്റെ ജോലിയുടെ വ്യാപ്തിയും അതിന്റെ ഉത്തരവാദിത്വം അവർ തിരിച്ചറിയണം, സ്വയം ബോധ്യപ്പെടണം. അങ്ങനെ തന്നെ വേണം അവർ ആ തീരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും. ശ്രീ NM പിയേഴ്സൺ, മറ്റൊരു കാര്യമുള്ളത്, കൊല്ലത്ത് ആദ്യ പട്ടികയിൽ മുകേഷിൻ്റെ പേരുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ഇന്ന് ഒരുപാട് നേരം ചർച്ച ചെയ്ത് ആ സീറ്റിലേക്ക് ഒരു സമവായത്തിന് ശ്രമിച്ചു. PK ഗുരുദാസൻ വേണ്ടതില്ല എന്നുള്ളത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രായവും അദ്ദേഹം ഇത്രയും സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ മത്സരിച്ചാൽ മതി എന്നുള്ളത് കൊണ്ടും അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നു. പക്ഷേ അതിനുശേഷം ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. പാർട്ടി നേതാക്കൾക്കിടയിൽ 2-ലധികം ആളുകൾക്ക് ഈ സീറ്റ് വേണം എന്ന നിർബന്ധ ബുദ്ധി വരുമ്പോൾ മൂന്നാമതൊരാൾ അവിടേക്ക് കടന്നു വരികയാണ്. ഇങ്ങനെ ഒരു സമവായ സ്ഥാനാർത്ഥി ഉണ്ടാവുകയാണ്. ഇത് മറ്റു പല മണ്ഡലങ്ങളിലും മറ്റു പല ഇടങ്ങളിലും നമ്മൾ കാണുകയുണ്ടായി. ബേപ്പൂരിൽ കോഴിക്കോട് മേയറായ VKC മുഹമ്മദ് കോയ മത്സരിക്കാൻ ഇന്ന് ഏറ്റവും ഒടുവിൽ ഈ തർക്കങ്ങൾക്കൊക്കെ ഒടുവിൽ തീരുമാനിക്കുകയാണ്. എറണാകുളത്ത് തൃപ്പൂണിത്തുറയിൽ ഒടുവിൽ ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ ശുപാർശ ചെയ്യാൻ സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ നില. അവിടെ ഒഴിച്ചിട്ടുള്ള പട്ടികയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് കൊടുക്കുന്നത്. അവിടെ സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അത് ജനങ്ങളോട് ചെയ്യുന്ന വലിയൊരു സേവനമായിരിക്കും. തൃപ്പൂണിത്തുറ പോലെ ഇത്ര ഇടതുപക്ഷക്കാർക്ക് പ്രാമുഖ്യമുള്ള ഒരു മണ്ഡലമില്ല എറണാകുളത്ത്. എറണാകുളം ജില്ലയിൽ രണ്ട് മണ്ഡലങ്ങളുള്ളൂ ഇടതുപക്ഷത്തിന് പ്രാമുഖ്യമുള്ളൂ. ഒന്ന് തൃപ്പൂണിത്തുറയാണ്, മറ്റത് പറവൂരാണ്. തൃപ്പൂണിത്തുറയിൽ മത്സരിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു സ്ഥാനാർത്ഥി ഇല്ലേ? ആ സ്ഥാനാർത്ഥി മത്സരിക്കാതിരിക്കട്ടെ, 139 സീറ്റിൽ മത്സരിച്ചാൽ മതി. എന്തൊരു വൃത്തികേടാണ് അഭിലാഷ് നിങ്ങൾ ഈ പറയുന്നത്? തൃപ്പൂണിത്തുറയിൽ മത്സരിക്കാൻ CPM-ന് എറണാകുളത്ത് സ്ഥാനാർത്ഥി ഇല്ലെന്നാണ് നിങ്ങൾ പറയുന്നത്. ഇല്ല, ഞാൻ പറയുന്നതല്ല, മുന്നോട്ട് വെക്കാൻ ഒരാളില്ല, അങ്ങനെ ഒരു അതൊന്നുമല്ല. എനിക്ക് ശേഷം പ്രളയം എന്നൊരാൾ തീരുമാനിക്കുകയാണ്. അത് പാർട്ടി സെക്രട്ടറിയാണ്. ജില്ലാ സെക്രട്ടറിക്ക് എതിരെ പറയാൻ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ ധൈര്യമുള്ള നട്ടലുള്ള ഒരുത്തനുമില്ല. ഇത്രയുള്ളൂ കാര്യം. മത്സരിക്കാൻ 6 പേരുടെ പേര് ഞാൻ പറയാം, വേണോ? നല്ല ഇഷ്ടം മിടുക്കന്മാരായിട്ടുള്ള സ്ഥാനാർത്ഥികളുണ്ട് തൃപ്പൂണിത്തുറ മത്സരിക്കുക. അദ്ദേഹം ഗോവിന്ദൻ മാഷ് അവിടെ ഉണ്ടല്ലോ, അദ്ദേഹം ഒരുപാട് കാലം എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിട്ട് ചാർജ് വഹിച്ച ആളുള്ളൂ. ഒന്ന് ചോദിച്ചു നോക്കൂ, തൃപ്പൂണിത്തുറയിൽ മത്സരിക്കാൻ ഗോവിന്ദൻ മാഷേ ഒരാളില്ലേ നിങ്ങളുടെ പാർട്ടിയിൽ? ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയൂ. 139 സീറ്റിൽ മത്സരിക്കാൻ മതി. ടെലിഫോൺ കട്ട് ചെയ്തു പോയി. എന്തുകൊണ്ടാണ് CPM-നെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുക എന്നുള്ളത് ഒരു ബാലികേറാ മലയായി, ഒരു വലിയ ദൗത്യമായി മാറുന്നത് എന്തുകൊണ്ടാണ്? ഇതിൻ്റെ അകത്ത് അഭിലാഷമുള്ളൊരു പ്രശ്നമായി. ഓരോ നേതാക്കന്മാരും അവർക്ക് വേണ്ടി ആളെ കൂട്ടുന്ന തരത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിക്കഴിഞ്ഞിരിക്കുക. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മത്സരിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന നേതാക്കളെല്ലാം നോക്കിയാൽ തന്നെ അവരൊക്കെ വലിയ തരത്തിൽ അതിനെ ആളെ കൂട്ടി അവരുടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പുവരുത്തുന്ന തരത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതായത് പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജയിക്കുക എന്ന് പറയുന്നത് വലിയ ആർത്തിയായി മാറിയിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മാറിയത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഒരു 5 വട്ടമൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച ആളുകളെ വീണ്ടും മത്സരിപ്പിക്കാനായിട്ട് പാർട്ടി തയ്യാറാവുന്നതെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം ഇവർക്ക് ഒരു 25-30 കൊല്ലങ്ങൾക്ക് മുമ്പ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്ന സമയത്ത് വലിയ ആവേശമായിരുന്നു പാർട്ടിക്ക്, സമൂഹത്തിനും ആവേശമായിരുന്നു. അവർക്കും വന്യ വയോധികരെ മാറിക്കഴിഞ്ഞാൽ മാറിക്കൊടുക്കണ്ടേ? പുതിയ പിള്ളേർക്ക് എന്തുകൊണ്ടാണ് ഇവർ സീറ്റ് കൊടുക്കാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് യുവാക്കൾക്ക് മത്സരിക്കാൻ അവസരം കൊടുക്കാതിരിക്കുന്നത്? എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ശേഷം പ്രളയം എന്ന് പറയുന്ന തത്വത്തിലേക്ക് ഏതാണ്ട് എല്ലാ നേതാക്കളും എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ഇവർക്കെല്ലാവർക്കും മത്സരിക്കണം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് എനിക്ക് തോന്നുന്നത് CPM-ൻ്റെ സമ്മേളന വേദിയിൽ തന്നെ ഈ പാർട്ടി നരച്ച തലയുള്ളവരുടെ പാർട്ടിയായി മാറിയെന്ന വിലാപം കേട്ടത്. എങ്ങനെ നരച്ച തലയുള്ളവരുടെ പാർട്ടി അല്ലാതായിട്ട് മാറിത്തീരും? ചെറുപ്പക്കാരെ കൊണ്ടുവരുന്നതിനോ യുവാക്കൾ എന്നുള്ളത് മാത്രമല്ല ഞാൻ പറയുന്നത്. ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, സ്ത്രീകൾ, ഇവരൊക്കെ രാഷ്ട്രീയമായിട്ട് വളരെ ശക്തരെന്ന് കണക്കാക്കപ്പെടുന്നതായിട്ടുള്ള ഒരുപാട് സ്ഥാനാർത്ഥികൾ നാട്ടിലുണ്ട്. അത്തരം സ്ഥാനാർത്ഥികൾ എന്തുകൊണ്ട് ഇവർക്ക് കണ്ടെത്താൻ പറ്റാതിരിക്കുന്നത്? ഒരിക്കൽ പോലും ഇവർ രാഷ്ട്രീയമായിട്ട് ചിന്തിക്കുന്നില്ല. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, സിനിമാ രംഗത്ത് ഉള്ള ആളുകൾ, നാടകരംഗത്തുള്ള ആളുകൾ, ചിത്രകാരന്മാർ, കവികൾ, സാഹിത്യകാരന്മാർ, ഇവരൊക്കെ രാഷ്ട്രീയത്തിൽ വരാവുന്നവരാണ്. അവർക്ക് രാഷ്ട്രീയ ബോധ്യമുണ്ടായിരിക്കണമെന്നുള്ളതും അവരുടെ ജീവിതം എന്ന് പറയുന്നത് രാഷ്ട്രീയ മിഷനോട് കൂടിയുള്ളതായിരിക്കണമെന്നത് മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർക്കൊക്കെ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാവും. എന്തുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളെയൊന്നും കണ്ടെത്താനായിട്ട് CPM-ന് കഴിയുന്നില്ല? ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നം ഇതിനാണ്, ജനപ്രീതിയാണ് പ്രശ്നം. ഇതുമായിട്ട് കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ KPSC എന്ന് പറഞ്ഞ പ്രസ്ഥാനം നാടകത്തിലൂടെയും മറ്റും നൽകിയ സംഭാവനകൾ കൂടാതെ കാമ്പിശ്ശേരി കരുണാകരൻ MLA ആയിരുന്നു.
തോപ്പിൽ വാസി 2 തവണ MLA ആയിരുന്നു. അതുപോലെ ജനാർദ്ദന കുറുപ്പ് പലതവണ മത്സരിച്ച ആളാണ്. ഇവരൊക്കെ നാടക കലാകാരന്മാരായിരുന്നില്ലേ? അവരൊക്കെ കേരളം 2 കൈ നീട്ടി സ്വീകരിച്ചില്ലേ? അവരൊക്കെ MLA-മാരെന്നുള്ള നിലയ്ക്ക് നല്ല രീതിയിൽ പ്രവർത്തിച്ചവരല്ലേ? നമുക്ക് ആർക്കും അവരോടൊന്നും കലാകാരന്മാരെ കുറച്ച് കാണുന്നത് ശരിയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏത് കാലത്തും ചെയ്തതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ചില വിഷുപക്ഷികൾ വിരുന്ന് വരികയാണ്. ഇവരൊന്നും ഈ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടില്ല. CPM-ന്റെ ഏതെങ്കിലും സമ്മേളനത്തിൽ നിങ്ങൾ മുകേഷിനെ കണ്ടിട്ടുണ്ടോ? മമ്മൂട്ടിയെ കണ്ടിട്ടുണ്ട്. മമ്മൂട്ടി ചിലപ്പോൾ അതിഥി താരമായിട്ട് ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ വിളിച്ചു, അദ്ദേഹം വന്നു പ്രസംഗിച്ചു, പോയി. അദ്ദേഹം അവിടെ പങ്കെടുത്തു. നമുക്ക് ആർക്കും ആക്ഷേപമില്ല. അദ്ദേഹം ഒരിക്കലും പാർട്ടിയുമായിട്ട് മറ്റൊരു തരത്തിലും പ്രവർത്തിക്കുകയോ സജീവമായിട്ടും ഒരു മുന്നണി പ്രസ്ഥാനത്തിൽ നിൽക്കുകയോ ചെയ്തിട്ടില്ല. ഒരു അതിഥി താരം മാത്രമായിരുന്നു. ശരി കരുണാകരനോ തോപ്പിൽ വാസിയോ പ്രവർത്തിച്ച പോലത്തെ പ്രവർത്തനം ഉണ്ടായിട്ടില്ല. ശരി, ഞാൻ ഒരു നിമിഷം. ശ്രീ ജഗദീഷ്, അദ്ദേഹം പത്തനാപുരത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെടുന്ന ആളാണ്. അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജഗദീഷ്, ചലച്ചിത്ര താരങ്ങൾ മുൻപില്ലാത്ത വണ്ണം ഇത്തവണ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാകുന്നുവെന്ന സവിശേഷതയാണ് പൊതുവെ ചൂണ്ടിക്കാണിക്കുന്നത്. മുൻപ് 1-2 പേരൊക്കെ മത്സരിച്ചിട്ടുണ്ട്, പക്ഷേ ഇത്തവണ കൂടുതൽ പേർക്ക് അവസരം കിട്ടുന്നു എന്നുള്ളത് ഈ ചലച്ചിത്ര താരങ്ങളുടെ കേവലമായ പോപ്പുലാരിറ്റി മുതലെടുക്കുക എന്നുള്ള കാര്യം വെച്ച് മാത്രമാണ് അങ്ങനെ ജയിച്ചു വരുന്ന ഈ ചലച്ചിത്രകാരന്മാർക്ക് ഈ പ്രൊഫഷൻ ഉണ്ടല്ലോ, രാഷ്ട്രീയം എന്നുള്ള കാര്യത്തിൽ വല്ലാത്ത നിലയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് വിമർശനം. അഭിലാഷ്, ഇതില് ഈ പാനലിലുള്ള ശ്രീ NMPS-നും അഡ്വക്കേറ്റ് ജയശങ്കറും സാറ് ടീച്ചറും പറഞ്ഞ കാര്യങ്ങളോട് 100% എനിക്ക് യോജിപ്പാണുള്ളത്. ഞാനത് പറയാൻ കാരണം, ഞാൻ ഈ കോളേജ് രാഷ്ട്രീയത്തില് വളരെ സജീവമായിരുന്നു. ആർട്സ് കോളേജിൽ 3 വർഷം ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു. മാരിവാനസ് കോളേജിൽ യൂണിയൻ ചെയർമാൻ ആയിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 30ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തുണ്ടായിരുന്നു. അപ്പൊ രാഷ്ട്രീയത്തേക്ക് ഞാൻ കടന്നു വരുന്നത് ഒരു ഹോബി ആയിട്ടല്ല. സിനിമ ഉള്ളപ്പോൾ സിനിമ ചെയ്യുക, അല്ലാത്തപ്പോൾ രാഷ്ട്രീയം, അങ്ങനെയല്ല. ഞാനിപ്പോ ഏതെങ്കിലും രീതിയിൽ എന്നെ പരിഗണിക്കുകയാണെങ്കിൽ, ഞാൻ തെരഞ്ഞെടുപ്പിൽ നിൽക്കുകയാണെങ്കിൽ അത് രാഷ്ട്രീയത്തേക്കായിരിക്കും പ്രൈമറി കമ്മിറ്റ്മെന്റ്. ഞാൻ സിനിമ എന്നുള്ളൊരു കാര്യം, സിനിമ വളരെ എന്താ പറയുക, ഒരു 10% or 20% മാത്രം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനായി മാറാനായിരിക്കും എന്റെ ശ്രമം. കാരണം ഇതിന്റെ ഉത്തരവാദിത്വം എനിക്കറിയാം. ഇതൊരു തമാശയല്ല. ഒരു MLA ആയിട്ട് പരിഗണിക്കപ്പെടുക, സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിക്കപ്പെടുക, തിരഞ്ഞെടുക്കപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മൾ ജനങ്ങളുടെ ദാസനായിരിക്കണം. തീർച്ചയായും അവിടെയാണ് ശ്രീ ജഗദീഷ്, സിനിമാക്കാർക്ക് പൊതുവെ തിരക്കാണല്ലോ. സാധാരണ ജനങ്ങൾക്ക് അവർ അങ്ങനെ പ്രാപ്യരാകാറില്ല. അങ്ങനെ ഒരു സിനിമാക്കാരൻ MLA ആയാൽ ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ ഏത് ആവശ്യത്തിനും വേണ്ട ആളാണ്. അവർക്ക് MLA കിട്ടുമോ എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. MLA കിട്ടണം അഭിലാഷ്, ഇല്ലെങ്കിൽ നമ്മൾ മത്സരിക്കാൻ പാടില്ല. നമ്മൾ സിനിമാ മോഹവും വച്ചിട്ട് മത്സരിക്കുന്നത് അത് വഞ്ചനയാണ്, പൊതുജനങ്ങളെ വഞ്ചിക്കലാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഞാനിപ്പോ ഈ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ജനങ്ങളുടെ പ്രതിനിധിയായിട്ട്, അല്ലെങ്കിൽ കറക്റ്റായിട്ട് പറഞ്ഞാൽ ജനങ്ങളുടെ ദാസനായിട്ട് വർത്തിക്കേണ്ട ചുമതല എന്നിൽ നിക്ഷിപ്തമാണ്. അവിടെ ഞാൻ ഇടയ്ക്ക് ഒരു സിനിമയ്ക്ക് പോകുന്നു, ഇടയ്ക്ക് സിനിമയ്ക്ക് പോയിട്ട് നാട്ടിലുണ്ടാവില്ല, അല്ലെങ്കിൽ ഞാനൊരു ഫോറിൻ ടൂറിലാണ്, 1 മാസത്തേക്ക് ഇവിടെ ഉണ്ടാവില്ല എന്ന ഒരു ഘട്ടം വരുന്നത് തികച്ചും തെറ്റാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു നടൻ അങ്ങനെയാണ് കരുതുന്നതെങ്കിൽ അത് തെറ്റാണ്. വ്യക്തിപരമായി ഞാൻ പറഞ്ഞോട്ടെ, സത്യസന്ധമായിട്ട് പറയട്ടെ, ഈ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ വിരാജിക്കുന്ന എമിനന്റ് പേഴ്സണാലിറ്റീസ് ഉള്ള ഈ പാനലിനോട് ഞാൻ സത്യസന്ധമായിട്ട് പറയാണ്, എന്നെ ഞാൻ സ്വയം രാഷ്ട്രീയത്തിന് സമർപ്പിക്കും. നിങ്ങൾക്ക് ഈ പാനൽ ഇതേപോലുള്ള ചർച്ചകളിൽ എന്നെ കളിയാക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ എന്റെ പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്യുന്ന തരത്തിലോ ഒരു നീക്കമോ ഒരു നിലപാടോ എന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ പറയാം. അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് വിശദീകരിച്ചു കഴിഞ്ഞു. ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, CPIM-നെ സംബന്ധിച്ച് സാധാരണ നിലയിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിനപ്പുറത്തുള്ള ബാഹ്യ പരിഗണനകൾ ഇക്കൂടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആക്ഷേപം. അങ്ങനെ ഈ പോപ്പുലാരിറ്റിക്ക് പിറകെ പോകുന്നു എന്നുള്ള ഒരാക്ഷേപം, മറ്റ് സാമുദായിക പരിഗണനകൾക്ക്, സാമൂഹ്യ ബന്ധങ്ങൾക്ക് പുറകെ പോകുന്നു എന്നുള്ള ആക്ഷേപം, ഇതൊക്കെ ഈ സ്ഥാനാർത്ഥി നിർണയം തീർച്ചയായും പൂർത്തിയായിട്ടില്ല, പട്ടിക വന്നിട്ടുമില്ല, എങ്കിലും ഇപ്പോൾ തന്നെ ഉയരുന്നുമുണ്ട് എന്ന് മാത്രമല്ല പാർട്ടി പ്രവർത്തകർ ഓരോരോ മണ്ഡലങ്ങളിൽ എവിടെയാണോ പ്രശ്നമുള്ളത് അവിടങ്ങളിലൊക്കെ അക്കാര്യത്തിൽ വിമർശനം ഉന്നയിക്കുകയും പോസ്റ്റർ ഒട്ടിക്കുകയും ചെയ്യുകയാണ്. അല്ല, ഇതൊന്നും ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോഴതൊന്നും പറഞ്ഞു കഴിഞ്ഞിട്ടില്ല, പൂർത്തിയായിട്ടില്ല. പട്ടിക ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. ഇനിയും ജില്ലാ കമ്മിറ്റികളും അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റിയെല്ലാം അവസാന രൂപം നൽകാനിരിക്കുകയാണ്. അപ്പോഴും തന്നെ ഓരോരുത്തരെ സംബന്ധിച്ച് ഓരോ മണ്ഡലത്തിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള ചർച്ച നടത്തിക്കൊണ്ടിരിക്കും. ഓരോരുത്തർക്കും ഓരോ വീക്ഷണം, അദ്ദേഹത്തിന്റെ വീക്ഷണമുണ്ട്. അതുപോലെ തന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും അവരുടെ വീക്ഷണമുണ്ട്. ചിലർ പറയുന്നത് പാർട്ടിക്കാർ മാത്രം മത്സരിച്ചാലേ ശരിയാവുള്ളൂ,
ചിലർ പറയുന്നത് പാർട്ടിക്കാർ മാത്രമല്ല പുറത്തും മത്സരിക്കേണ്ടിയുണ്ട്. ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള നേതൃത്വത്തിന്റെ ഭാഗമായിട്ടുള്ളവർ പോകേണ്ടിയുണ്ട്. കലാ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെല്ലാം ഉള്ള പ്രതിഭകളെ അവരെ കൂടി ഉപയോഗപ്പെടുത്തുക, അല്ലെങ്കിൽ അവരെ കൂടി പങ്കെടുപ്പിക്കുക, അവരെ കൂടി ഇതിന്റെ ഭാഗവാക്കാക്കുക എന്നുള്ളതൊരു അബദ്ധമായ ഒരു ധാരണയാണ് എന്നുള്ള തെറ്റിദ്ധാരണ ഞങ്ങൾക്കില്ല. അതിപ്പോ ഇവിടെ പറയുമ്പോൾ അത് ഏഴാം കൂലിയാണ് മറ്റതാണല്ലോ, അങ്ങനെ എന്തെല്ലാം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും അത്ര ഗൗരവത്തിൽ ഞങ്ങൾ കാണുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ സ്ഥാനാർത്ഥികൾ നിർത്തുമ്പോൾ അതിന്റെ എല്ലാ വശങ്ങളും, എല്ലാ തലങ്ങളും, എല്ലാ മേഖലകളും ഒക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തുക. ഇത് മുമ്പും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ മാത്രമേ മത്സരിക്കാൻ പാടുള്ളൂ, പാർട്ടി നേതാക്കന്മാരും പ്രവർത്തകന്മാരും മാത്രമേ മത്സരിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു നിബന്ധനയും ഞങ്ങൾ മുമ്പും വെച്ചിട്ടില്ല. ഒരുപാട് സ്വതന്ത്രന്മാരെ ഇതിനു മുമ്പ് ഞങ്ങൾ അണിനിരത്തിയിട്ടുണ്ട്. ആ രീതിയിൽ തന്നെയാണ് ഇനിയും മുന്നോട്ടേക്ക് പോകുക. അതിൽ ഉൾക്കൊള്ളപ്പെട്ടിരുന്ന ഒരു കാര്യമില്ല. ദയവായി തുടരണം. സാറ ടീച്ചർ, ശ്രീമതി സാറ ജോസഫ് ഇപ്പോൾ നേരത്തെ വനിതാ പ്രാതിനിധ്യത്തെക്കുറിച്ച് സംസാരിച്ചല്ലോ. CPIM-നെ സംബന്ധിച്ച് ഇപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട വനിതാ നേതാക്കളൊക്കെ TN സീമ വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്നു, KK ലതിക കുറ്റ്യാടിയിൽ മത്സരിക്കുന്നു, KK ശൈലജ പേരാവൂരിൽ മത്സരിക്കുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വനിതാ നേതാക്കൾക്കൊക്കെ പ്രാതിനിധ്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഈ സ്ഥാനാർത്ഥി നിർണയ പ്രക്രിയ നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾക്കൊക്കെ അത് നമ്മൾക്ക് കുറച്ച് കാണാൻ സാധിക്കുന്നതല്ല. പുതുതായി വരുന്ന ആളുകൾക്കാണ്, പുതുതായി വരുന്ന പുതുമുഖങ്ങളായ ആളുകൾക്കും ഈ പട്ടികയിൽ ഇടമുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ അവർ ഒതുക്കിയോ മാറ്റിയോ നിർത്തപ്പെടുന്നില്ല. ആ നിലയ്ക്കൊക്കെ നോക്കുമ്പോൾ കുറേ കൂടിയൊക്കെ നമ്മുടെ സാമൂഹ്യ സാഹചര്യം ഉൾക്കൊണ്ടുകൊണ്ട്, നമ്മുടെ സംവാദങ്ങളുടെ ഒരു പൊതു റിസൾട്ടിനെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടിക അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥി നിർണയ പ്രക്രിയ നടത്തുന്നില്ലേ ഈ മുന്നണികൾ? തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, 33% സംവരണം എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇന്നും ബാലികമലയായിട്ട് നിൽക്കുകയാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം അവർ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ സ്ത്രീകളെ കൊണ്ടുവരുന്നു എന്നാണ് ഇപ്പോൾ അഭിലാഷ് പറയുന്നത്. ഞാൻ പറയട്ടെ, സ്ത്രീകൾക്ക് എന്തിനാണ് ഈ സംവരണം? ഇത്രയധികം പ്രാപ്തരായ, ഇത്രയധികം ശക്തരായ, ഇത്രയധികം രാഷ്ട്രീയ ബോധം ഉൾക്കൊണ്ടിട്ടുള്ള, ഒരുപക്ഷെ പുരുഷന്മാരെക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ഭരിക്കാൻ സാധിക്കുന്ന, അതിന് കഴിവുള്ള, അതിനുള്ളൊരു കാഴ്ചപ്പാടുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആനുപാതിക പ്രാതിനിധ്യമാണ് അവർക്ക് ആവശ്യം. അതല്ലാതെ കണ്ട് ആർക്ക് വേണം ഈ 33% സംവരണം? അത് വീണ്ടും വീണ്ടും നമ്മളൊരു പ്രാർത്ഥന ചൊല്ലുന്ന പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയും അത് തള്ളിപ്പോവുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. CPM പോലെയുള്ളൊരു പാർട്ടി, ആ പാർട്ടിയുടെ ഉള്ളിൽ തന്നെ ഈ ഒരു ജനസംഖ്യ ആനുപാതികമായ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ പോളിറ്റ് ബ്യൂറോ വരെ ആ പ്രാതിനിധ്യം കൊണ്ടുവന്നാൽ സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കേണ്ടി വരില്ല. ഇതിപ്പോൾ നമ്മൾ പറയുന്നത് കുറച്ച് സ്ത്രീകളെ കാണിച്ചിട്ട് ഇതാ എല്ലാം മെച്ചപ്പെട്ടതല്ലേ എന്നാണ് പറയുന്നത്. അതല്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സ്ത്രീകൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയല്ല, പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ പാർട്ടിയിൽ നിന്ന്. പിന്നെ മറ്റൊന്ന് ജനങ്ങളുടെ പ്രതീക്ഷയാണ്. നിങ്ങൾ ഏത് സ്ഥാനാർത്ഥിയെ നിർത്തുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇന്നത്തെ ഒരു പൊളിറ്റിക്കൽ സാഹചര്യത്തിൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ക്ലീൻ ഇമേജ് ഉള്ള ഒരു സ്ഥാനാർത്ഥി, അഴിമതി ചെയ്യില്ല എന്ന് ഉറപ്പുള്ള ഒരാൾ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾ. ഇന്ന് നിലനിൽക്കുന്ന വർഗീയ ഫാസിസത്തിന്റെ സാഹചര്യത്തിൽ മതേതര ജനാധിപത്യത്തെ വളരെ അധികം ശക്തമായിട്ട് ഉയർത്തിപ്പിടിക്കാനും അതിനുവേണ്ടി നിലനിൽക്കാനും കഴിയുന്ന ഒരാൾ. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ നീക്കുപോക്കുകളെ കുറിച്ച് സംസാരിക്കേണ്ടി വരും. വോട്ട് ബാങ്ക് രാഷ്ട്രീയം മറികടക്കാൻ പറ്റുമോ? ഇപ്പോഴത്തെ ഒരു ഈ തെരഞ്ഞെടുപ്പ് മറികടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയായിരിക്കും. ജാതി മത ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും മതേതരം എന്നുള്ള വാക്ക് പറയുകയാണ് ചെയ്യുന്നത്. അതല്ല വേണ്ടത്. അതിന് ഒക്കെ കഴിയുന്ന തരത്തിലുള്ളൊരു സ്ഥാനാർത്ഥി നിർണയം, ഒരു പട്ടിക വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെയധികം സ്വാഗതാർഹമായിരിക്കും. വളരെയധികം സന്തോഷം അതിലുണ്ടായിരിക്കും. സ്ത്രീകൾ, ദളിതർ, അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾ, ഇവരെയൊക്കെ വേണ്ടത്ര പ്രാതിനിധ്യത്തോടുകൂടി ഉൾക്കൊള്ളിപ്പിച്ചുകൊണ്ടുള്ള ഒരു പട്ടിക CPM-ൽ നിന്ന് വരുന്ന പ്രതീക്ഷിക്കുകയാണ് ജനങ്ങൾ. അത് വരാതെ വരുമ്പോൾ പിന്നെ വേറൊന്ന് വളരെ പ്രധാനമാണ് യൂത്തിൻ്റെ കാര്യം. സ്ത്രീകൾ എന്ന് പറയുന്നത് പോലെ തന്നെ ദളിതർ എന്ന് പറയുന്നത് പോലെ വളരെ പ്രധാനമാണ് യൂത്തിൻ്റെ കാര്യം. കാരണം എന്താ വെച്ചാൽ മുരടിച്ച ഈ രാഷ്ട്രീയ സംഗതികൾ മറികടന്നുകൊണ്ട് പുതിയ ചിന്തകൾ ഇപ്പം നമ്മൾ കാണാം. നമ്മുടെ ക്യാമ്പസുകളെ തൊട്ട് കളിച്ചപ്പോഴാണ് നമ്മൾ കണ്ടത് തീ പടരുന്നത്.
ആ ശക്തിയാണ് നമ്മൾ ഭരണത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. കാരണം അവിടെ കുറേ കൂടി നമുക്ക് നീതിബോധം പ്രതീക്ഷിക്കാം. ഈ കിടന്ന് ചീഞ്ഞ് ജീർണിച്ച് പഴയത് തന്നെ പാടി പഴയത് തന്നെ പറഞ്ഞ് അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയത്തിന് പകരം തീർച്ചയായും അവിടെയാണ് താങ്കൾ വിമർശനം കാണുന്നത്. ശ്രീ ബി ഉണ്ണികൃഷ്ണൻ, ഈ സ്ഥാനാർത്ഥി നിർണയ പ്രക്രിയയെ ആകെ നിരീക്ഷിക്കുമ്പോൾ സാധാരണഗതിയിൽ CPIM 2 ടേം നിശ്ചയിച്ച് അതിൽ കൂടുതൽ അനുവദിക്കാറില്ലായിരുന്നു. പക്ഷേ ഇത്തവണ ഇളവുകൾ ധാരാളമായി വരുന്നു. ഒരു മണ്ഡലത്തിൽ ജയിച്ച ആൾ തന്നെ അത് നിലനിർത്താൻ വേണം എന്ന ഒരു ചിന്ത കടന്നു വരുന്നു. യുവാക്കളെ സംബന്ധിച്ച് പ്രാതിനിധ്യം കുറവാണ്, അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ച് പ്രാതിനിധ്യമുണ്ടെങ്കിലും ഇത്ര പോരാ എന്ന അഭിപ്രായം സജീവമാണ്. എങ്ങനെയാണോ കോൺഗ്രസ് ഒരു മണ്ഡലം കുത്തകയാക്കി വെക്കുന്നത്, അതേമാതിരി തന്നെ ഇന്ന ആളുണ്ടെങ്കിലേ ഈ മണ്ഡലം ജയിക്കൂ എന്ന ഒരു ബോധം CPMലേക്കും സന്നിവേശിച്ചിട്ടുണ്ടോ? കാരണം ഇതിന്റെ അവസാന പട്ടിക തയ്യാറാകേണ്ടതുണ്ട്. യുവാക്കൾക്ക് എത്രത്തോളം പ്രാതിനിധ്യമുണ്ട് എന്നൊക്കെ അപ്പോഴേ വ്യക്തമാകുകയുള്ളൂ. പിന്നെ ഒരു നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധി അദ്ദേഹത്തിന്റെ ആ മണ്ഡലത്തിലെ പ്രവർത്തനം എന്നുള്ളത് അദ്ദേഹത്തിന്റെ ജനകീയതയുടെ അടിത്തറയായി മാറുമ്പോൾ അദ്ദേഹം വീണ്ടും ആ മണ്ഡലത്തിലെ ജനങ്ങളെ പ്രതിനിധീകരിക്കേണ്ടതുണ്ട് എന്നുള്ള ആ ജനങ്ങളുടെ തന്നെ ഒരു അഭിലാഷമായി മാറുമ്പോൾ സാങ്കേതികത്വമോ മറ്റോ കാര്യങ്ങളോ നോക്കാതെ അദ്ദേഹത്തിന് ഇളവ് നൽകുന്നത് വലിയൊരു പാപമാണ് എന്ന് ഞാൻ ധരിക്കുന്നില്ല. ഒപ്പം ഈ ചർച്ചയിൽ നിന്ന് എനിക്ക് പോകേണ്ടതുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്, ഈ ചർച്ചയിൽ വന്ന വിഷയത്തിലേക്ക് ഒരിക്കൽ കൂടി എനിക്ക് തിരിച്ചു പോകാൻ ആഗ്രഹമുണ്ട്. രാഷ്ട്രീയത്തിന്റെ, പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതൊരു ബഹുസ്വരതയുടെ രാഷ്ട്രീയമാണ്. അതിനകത്ത് സാംസ്കാരിക രംഗത്തും കലാരംഗത്തും സാഹിത്യരംഗത്തും എന്നല്ല എല്ലാ മാനവികമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും വ്യാപരിക്കുന്ന ആളുകളുടെ പ്രാതിനിധ്യം ഉണ്ടാകുന്നത് തീർച്ചയായും ഇടതുപക്ഷത്തിന്റെ പ്രത്യയശാസ്ത്ര അടിത്തറയെ വിപുലമാക്കാൻ മാത്രമേ സാധിക്കൂ. അതിനകത്ത് വരുന്ന ഇൻഡിവിജ്വൽ മെറിറ്റ് എന്നുള്ളത് തീർച്ചയായും ആ വ്യക്തിയുടെ ആത്മപരിശോധനയുടെ ഭാഗമായിട്ട് ആ വ്യക്തി നടത്തേണ്ടതാണ്. അതിന് ഉത്തമ ബോധ്യമുള്ളവർ അതിലേക്ക് കടന്നു വരട്ടെ. അതല്ലാതെ താത്വികമായോ സാമാന്യവൽക്കരിച്ചുകൊണ്ടോ അങ്ങനെയുള്ള ഒരു സംഗതിയെ, ജനപ്രിയതയെ മുതലെടുക്കാനുള്ള ഒരു ഗിമിക്കായി കാണുന്നത് നിർഭാഗ്യകരമാണ് എന്ന് മാത്രമേ എനിക്ക് പറയൂ. ശരി, വ്യക്തമാണ് താങ്കളുടെ നിലപാട്. ശ്രീ പിയേഴ്സൺ, ഇപ്പോൾ CPIMന്റെ സ്ഥാനാർത്ഥി പട്ടികയാണല്ലോ സജീവമായി ചർച്ചാ വിഷയമായി നമ്മുടെ മുന്നിലുള്ളത്. യുവ പ്രാതിനിധ്യം കുറവാണ് എന്ന് താങ്കൾ പറയുന്നു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എടുത്താൽ എല്ലാ ജില്ലകളിലും തിരുവനന്തപുരത്ത് IB സതീഷും മറ്റും മത്സരിക്കുന്നുണ്ട്. കൊല്ലത്തുണ്ട് റെജി സക്രിയ മത്സരിക്കുന്നു. JC തോമസ് ആണ് മുഖ്യമന്ത്രിക്കെതിരെ മത്സരിക്കുക. ഷംസീർ, രാജേഷ്, രാജേഷ് മാവേലിക്കരയിൽ മത്സരിക്കുന്നു. VP റെജീന മത്സരിക്കുന്നു. യുവജന സംഘടനകളുടെയും വിദ്യാർത്ഥി സംഘടനകളുടെയും പ്രധാനപ്പെട്ട നേതാക്കൾക്കൊക്കെ സീറ്റുണ്ട്. എവിടെയാണ് യുവജന പ്രാതിനിധ്യം കുറഞ്ഞുപോയി എന്ന പരാതി? അല്ല, നമ്മൾ പൊതുവെ തിരഞ്ഞെടുപ്പിനെ പരിശോധിക്കുന്ന സമയത്ത് ഓരോ മണ്ഡലങ്ങളിലും നിരന്തരമായി മത്സരിക്കുന്നതായിട്ടുള്ള സ്ഥാനാർത്ഥികളെ മാറ്റുന്ന സമീപനം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെങ്കിലും സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ സ്വീകരിച്ചാൽ മാത്രമാണ് പുതിയ തലമുറ അതിലേക്ക് കടന്നു വരികയുള്ളൂ. അല്ലാതെ ഒരിക്കൽ പോലും പുതിയ തലമുറയ്ക്ക് പാർട്ടിക്കകത്തേക്ക് കടന്നു വരാനായിട്ട് സാധ്യതയില്ല എന്നുള്ള കാര്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ പാർട്ടി നിലനിന്ന് പോകേണ്ടത് ആവശ്യമാണ്. ഇതിന് അതിജീവനം ആവശ്യമാണ്. മാത്രമല്ല, പുതിയ കാലഘട്ടത്തിന് അഭിസംബോധന ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് പാർട്ടി പാകപ്പെടേണ്ടത് ആവശ്യമാണ്. 10, 20, 25 വർഷമായിട്ട് ഇരിക്കുന്ന ഏരിയ കമ്മിറ്റി മെമ്പർമാർ, ലോക്കൽ കമ്മിറ്റി മെമ്പർമാർ, സംസ്ഥാന കമ്മിറ്റി മെമ്പർമാർ, ഇവരെ കൊണ്ട് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നതിൽ എന്താണ് കഥയിരിക്കുന്നത്? ഇപ്പോഴും നമുക്ക് അറിയാം, പാർട്ടിയുടെ വക്താക്കളായിട്ടും പാർട്ടിയുടെ പ്രതിനിധികളായിട്ടൊക്കെ വന്ന് സംസാരിക്കുന്ന ആളുകളൊക്കെ തന്നെ പഴയ കാലത്തിൻ്റെ ഭാണ്ഡം പേർന്നവരാണ്. അങ്ങനെ ഭാണ്ഡം പേർന്നവരല്ല യഥാർത്ഥത്തിൽ സമൂഹം ആവശ്യപ്പെടുന്നത്. പുതുരക്തം, പുതിയ വരവ്, പുതിയ എല്ലാ തരത്തിലും വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലേക്ക് തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ മാറേണ്ടതാണ്. അങ്ങനെയുള്ളൊരു സംവിധാനം ആലോചിക്കുന്ന സമയത്ത് KPSC ലളിതയെ പോലെയുള്ള സ്ഥാനാർത്ഥികൾ തീർച്ചയായിട്ടും സ്വീകാര്യമായി വരും എന്ന് തന്നെ ഞാൻ കണക്കാക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു ബാലൻസിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത്തരം ബാലൻസിങ് അല്ല ഉള്ളത്. ഓരോ മണ്ഡലത്തിൽ ഇന്ന ആൾ നിർത്തിയില്ല എങ്കിൽ എങ്ങനെ ആ സീറ്റ് നഷ്ടപ്പെട്ടു പോകുമെന്നതിനെക്കുറിച്ചുള്ള വേവലാതിയാണ് പാർട്ടിക്കുള്ളത്. അങ്ങനെയല്ല പാർട്ടി തെരഞ്ഞെടുപ്പിനെ അഭിസംബോധന ചെയ്യേണ്ടത്. പക്ഷേ അഡ്വക്കേറ്റ് ജയശങ്കർ, ആ ആശങ്ക, ഇത് അങ്ങേയറ്റം നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. ഒരു മൂന്നാം ശക്തിയുടെ ഉദയം കൂടിയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോവുക എന്നുള്ളത് സാധാരണഗതിയിൽ ചെയ്യുന്നത് തന്നെയല്ലേ. ഇവിടെ സ്ഥാനാർത്ഥി നിർണയം കൊണ്ട് അനുകൂലമായുള്ള അവസ്ഥ മാറരുത് എന്ന നിർബന്ധ ബുദ്ധിയായിരിക്കാം CPIMനുള്ളത്. ഈ സ്ഥാനാർത്ഥി നിർണയം അവരുടെ ജയസാധ്യതയെ എങ്ങനെയെങ്കിലും കുറയ്ക്കുന്നുണ്ടോ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച്? അല്ല, ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ പാർട്ടി ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ തന്നെയാണ് പരീക്ഷിക്കുന്നത്. ചിലപ്പോൾ 3 or 4 തവണ മത്സരിച്ചു എന്നുള്ള ഒരു അയോഗ്യതയായിട്ട് കണക്കാക്കാൻ പറ്റുകയില്ല. ഇപ്പോൾ തോമസ് ഐസക് ആലപ്പുഴയിൽ മത്സരിക്കുന്നു, അമ്പലപ്പുഴയിൽ G സുധാകരൻ മത്സരിക്കുന്നു. രണ്ടുപേരും അതാത് മണ്ഡലങ്ങളിൽ പാർട്ടിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളാണ്.
പക്ഷേ ഇതേ മാനദണ്ഡം തന്നെ കായംകുളത്തും ബാധകമാക്കട്ടെ. സദാശിവന് പകരം വയ്ക്കാൻ ഒരു സ്ഥാനാർത്ഥി കായംകുളത്തില്ല. അതുപോലെ സി എസ് സുജാതയ്ക്ക് തീർച്ചയായിട്ടും സീറ്റ് അർഹിക്കുന്നതാണ്. ഇനി വടക്കാഞ്ചേരിയുടെ കാര്യം നോക്കുക. വടക്കാഞ്ചേരിയിൽ ജയിക്കാൻ ഏറ്റവും സാധ്യതയുള്ള സ്ഥാനാർത്ഥി മൊയ്തീനാണ്. കുന്നംകുളത്ത് മൊയ്തീനെ മത്സരിപ്പിക്കുന്നു. മൊയ്തീൻ മത്സരിക്കേണ്ടത് വടക്കാഞ്ചേരിയിലാണ്. വടക്കാഞ്ചേരിയാണ് മൊയ്തീൻ്റെ സ്ഥലം. മൊയ്തീൻ്റെ തട്ടകം വടക്കാഞ്ചേരിയാണ്. വടക്കാഞ്ചേരിയിൽ 2 തവണ ജയിച്ചിട്ടുള്ള ആളാണ്. ഒരിക്കൽ കെ മുരളീധരനെ തോപ്പിച്ച് ആ സീറ്റ് പിടിച്ചെടുത്തത് മൊയ്തീനാണ്. കഴിഞ്ഞ തവണ അസംബന്ധമായിരുന്നു നടത്തിയത്. മുരളി പെരുന്നെല്ലി മത്സരിച്ചാൽ പുല്ല് പോലെ ജയിക്കരുത്. ടീച്ചർ ഇവിടെ ഉണ്ട്, ചോദിച്ചു നോക്കുള്ളൂ. തൃശ്ശൂർക്കാരിയാണ്. മുരളി പെരുന്നെല്ലി മത്സരിച്ചെങ്കിലും മണലൂർ ജയിക്കുമായിരുന്നു. മുരളി പെരുന്നെല്ലിക്ക് സീറ്റ് കൊടുക്കാതെ അവിടെ ബേബി ജോൺ മാഷ് മത്സരിച്ചു. മാഷ് തോറ്റുപോയി. അങ്ങനെ ആ സീറ്റ് പോയി. മൊയ്തീനെ പാർട്ടി സെക്രട്ടറി ആക്കി. ബേബി മാഷായിരുന്നു പാർട്ടി സെക്രട്ടറി. അദ്ദേഹത്തിന് പാർലമെൻ്ററി ദുരാഗ്രഹം മൂർച്ഛിച്ചിട്ട് ജില്ലാ സെക്രട്ടറി ആയിട്ട് മൊയ്തീനെ ഇരുത്തി. അവസാനം വടക്കാഞ്ചേരി തോറ്റു, മണലൂർ തോറ്റു. അല്ലായിരുന്നെങ്കിൽ 70-70 ആകുമായിരുന്നു. 70-70 ആകുമായിരുന്നു തെരഞ്ഞെടുപ്പിൽ. അത്ര അസംബന്ധമാണ്. ഇത്തവണ ഇതുപോലത്തെ വിട്ടിത്തരം തന്നെയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് എങ്ങനെ പോയത്? ഈ രാജ്യത്തെ എമ്പാടും കോൺഗ്രസ് തോറ്റപ്പോയി. ഇവിടെ മാത്രം ഇടതുപക്ഷത്തിന്, ഇവിടെ കോൺഗ്രസിന് അപ്പർ ഹാൻഡ് കിട്ടിയത് എങ്ങനെയാണ്? ഈ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ വമ്പിച്ച പരാജയം വരുന്നില്ലേ? ബെന്നറ്റ് എബ്രഹാം ഇല്ലേ, നമ്മുടെ ക്രിസ്റ്റി ഫെർണാണ്ടസ്, ഇതുപോലുള്ള ഉരുപ്പടികളെ കൊടുത്ത് ജനങ്ങൾ എന്ത് ചെയ്യും? എന്റെ പൊന്ന അഭിലാഷ്, തീർച്ചയായും ഇത്തവണ പക്ഷേ ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത ഇല്ലയോ എന്നുള്ളത് ഒന്ന് നോക്കൂ. വിജയരാഘവനൊക്കെ ആരെങ്കിലും വോട്ട് ചെയ്യോ? ഇന്ത്യ ഭാരത് എൻ ഷംസീറിന് ചെയ്യോ? അല്ലെങ്കിൽ വടകര പോലത്തെ ഒരു സീറ്റിൽ തോക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എത്ര തച്ചിന്റെ പണിയുണ്ട് വടകരയിൽ തോക്കണമെങ്കിൽ. കേരളത്തിൽ ഏറ്റവും ഉറച്ച ഇടതുപക്ഷ മണ്ഡലമാണ് വടകര. അത് കഴിഞ്ഞാൽ കോഴിക്കോട്. അത് രണ്ടും പോയില്ലേ? കൊല്ലത്ത് നമ്മുടെ സഖാവ് ബേബി എന്ത് മനോഹരമായ സ്ഥാനാർത്ഥിയായിരുന്നു ഇല്ലേ? തുടരുക. ശ്രീമതി സാറ ജോസഫ്, ഇതുവരെ നമ്മൾ സംസാരിക്കുന്ന ഈ നിമിഷം വരെ പുറത്തു വന്നിട്ടുള്ള സ്ഥാനാർത്ഥി പട്ടിക മുസ്ലിം ലീഗിൻ്റേത് മാത്രമാണ്. അവർ ഒരു വനിതയ്ക്ക് പോലും സ്വാഭാവികമായും അവരുടെ പട്ടികയിൽ ഇടം കൊടുത്തിട്ടും ഇല്ല. ഇവിടെ വനിതകളുടെ പേരുകൾ ചർച്ച ചെയ്യുന്നു, പുതിയ ആളുകളുടെ പേരുകൾ ചർച്ച ചെയ്യുന്നു, പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുടെ പേരുകൾ ചർച്ച ചെയ്യുന്നു. ഒപ്പം മുഖ്യധാര രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത, അതേസമയം തന്നെ സാമൂഹ്യ രംഗത്തോ പൊതുപ്രവർത്തന രംഗത്തോ ഉള്ള പൊതുസമ്മതരായ ആളുകളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. സ്വാഭാവികമായും ഒരു അന്തിമ പട്ടികയിലേക്ക് കടക്കുമ്പോൾ അങ്ങനെ ജയസാധ്യത എന്നുള്ള ഏറ്റവും മുഖ്യമായ കാര്യം മുന്നിൽ വെച്ച് രാഷ്ട്രീയ ബാഹ്യമായ പരിഗണനകൾ വേണ്ടിവരില്ലേ? നമ്മൾ അതിനെ ഏതെങ്കിലും തരത്തിൽ ഒരു മോശം കാര്യമായി കാണേണ്ടതുണ്ടോ? അഭിലാഷേ, ഈ ഒരു CPM പോലെയുള്ള ഒരു പാർട്ടിയെ പറ്റി നമ്മളിങ്ങനെ മൂക്കില്ല രാജ്യത്ത് മുറിമൂക്ക രാജാവ് എന്നുള്ള നയം എടുക്കരുത്. കാരണം പ്രതീക്ഷിക്കാവുന്ന എല്ലാം തന്നെ CPM-ൽ നിന്നുണ്ടാവണം. മാറ്റം വരണം എന്ന് നമ്മൾ പറഞ്ഞാൽ ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു മന്ത്രിസഭയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മന്ത്രിസഭയിൽ കണ്ട് സിറ്റിംഗ് MLA എന്തൊരു മോശപ്പെട്ട ഒരു സംഗതിയാണിത്. ഇതെന്ത് സിറ്റിംഗ് MLA? ആവർത്തിച്ച് ഇത് തന്നൊന്നരം കുഴപ്പമൊന്നുമല്ലല്ലോ. ആവർത്തിക്കും തോറും അഴിമതിയാ, ആവർത്തിക്കും തോറും വേണ്ടാധീനങ്ങളാ. അപ്പം അതുകൊണ്ട് തന്നെ മാറി ഒരു വലിയ മാറ്റം വരുത്താനായിട്ട് അതിനുള്ള ഒരു സംഗതിയാണ് പ്രതീക്ഷിക്കുക ജനം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ യുവാക്കളെ കൊണ്ടുവരണം. അല്ലെങ്കിൽ ഇപ്പോൾ KPC ലളിതയുടെ കാര്യം പറഞ്ഞു. എനിക്കിങ്ങനെ ഈ കലാകാരന്മാർ അവരൊന്നും വരുന്നതിന് എതിരായിട്ടല്ല എനിക്ക് ഒട്ടും തോന്നിയിട്ടില്ല എന്ന് തന്നെയല്ല. കുറച്ച് സാഹിത്യമൊക്കെ ഉള്ളിൽ ഉള്ളവർ വന്നാൽ കുറച്ച് നന്മയൊക്കെ കിട്ടും നമുക്ക്. പക്ഷേ ഇത് CPM പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. കമ്മ്യൂണിസം നടപ്പാക്കലാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. സോഷ്യലിസമെങ്കിലും നടപ്പിലാക്കണ്ടേ, വേണ്ട ജനാധിപത്യമെങ്കിലും നടപ്പിലാക്കണ്ടേ. അപ്പോൾ അതിന് ഇതുവരെ നമ്മൾ കണ്ടുപോകുന്ന ഒരു ചരിത്രം വെച്ച് പരിശോധിക്കുമ്പോൾ വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു മന്ത്രിസഭ അത് കൊണ്ടുവന്നാൽ ഇന്നത്തെ ദേശീയ പൊളിറ്റിക്സിൽ തീർച്ചയായിട്ടും നമുക്കറിയാം മതാധിഷ്ഠിത രാഷ്ട്രം വേണമെന്ന് വാദിക്കുന്ന ആളുകളുടെ ഒരു നിര കേരളത്തിൽ അവർ പ്രഖ്യാപിച്ചിട്ടാണ് വന്നത്. ഞങ്ങൾ തീവ്ര ഹിന്ദുത്വം കൊണ്ടുവരാൻ പോവാണെന്ന്. കുമ്മനം അത്ര മോശപ്പെട്ട ഒരാളൊന്നുമല്ല. ഈ വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ഒരാൾ കൂട്ടുകൂടിയിട്ടുണ്ട്. വളരെ ജാഗ്രത പുലർത്തേണ്ട ഒരു തെരഞ്ഞെടുപ്പായത്. അതുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലെ ഈ എല്ലാ സംസ്ഥാന തെരഞ്ഞെടുപ്പിനും നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ സംസ്ഥാന തീർച്ചയായും യോജിക്കുന്നു. അങ്ങനെ ഒരു ജാഗ്രത ആവശ്യമാണ്. ജനങ്ങളുടെ പ്രതീക്ഷ വലുതാണ് എന്നുള്ളതാണ് CPIM-ന്റെ സ്ഥാനാർത്ഥി പട്ടികയെ, ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി പട്ടികയെ കൂടുതൽ പ്രസക്തമാക്കുന്നതും. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീമതി സാറ ജോസഫ്, അഡ്വക്കേറ്റ് ജയശങ്കർ, ശ്രീ NM PSN, ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, ശ്രീ B ഉണ്ണികൃഷ്ണൻ, ശ്രീ ജഗദീഷ്.